ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. നമ്മൾ അദ്വൈത ദീപികയിൽ 13 ശ്ലോകങ്ങൾ ശ്രദ്ധിച്ചു. പേരായിരം പ്രതിഭയായിരമെങ്ങിവറ്റിലാരാലെഴും വിഷയമായിരമാം പ്രപഞ്ചം ഓരായികിൽ നേരിതു കിനാവുണരും വരയ്ക്കും നേരാമുണർന്നളവുണർന്നവനാമശേഷം. നേരല്ല ദൃക്ഷ്യമിതു ദൃക്കിന നീക്കി നോക്കിൽ വേറല്ല വിശ്വമറിവാം മരുവിൽ പ്രവാഹം. കാര്യത്തിൽ നിൽപ്പതിഹ കാരണസത്തയന്യേ വേറല്ല വീചിയിലിരിപ്പതു വാരിയത്രേ. വാസസ്സു തന്തുവിതു പഞ്ഞിയിതാദിമൂലഭൂതപ്രഘാതമിതുമോർക്കികിലി പ്രകാരം. ബോധത്തിൽ നിന്നു വിലസുന്നു മരുസ്ഥലത്തു പാദസ്സു പോലെ പരമാവധി ബോധമത്രേ. വൃത്തിഷ്ഠമാം അറിവിൽ വിശ്വവുമില്ല, അതിൻ്റെ വിദ്യാമവിദ്യയതുമില്ല. വിളക്കു വന്നാൽ അദ്ദിക്കിലെങ്ങും ഇരുളില്ലുടനങ്ങു വർത്തിവിട്ടാൽ വിളക്കു പൊലിയുന്നിരുളും വരുന്നു. ആരായികിലേയുലകമില്ലിത വിദ്യ തത്വമോരാതവർക്കിതുലകായി വിലസും ഭ്രമത്താൽ. ആരാൽ വിളക്കരികിലില്ല പിശാചിതന്ധകാരം ഭയന്നവനിരുട്ടു പിശാചുപോലെ. ഉണ്ടില്ല എന്നു മുറമാറിയ സത്തസത്തു രണ്ടും പ്രതീതമിതനാദിതമസ്വഭാവം. രണ്ടും തിരഞ്ഞൊടുകിലില്ല അസത്തുരജ്ജു ഖണ്ഡത്തിലുല്ലുരകമുള്ളതുരജ്ജു മാത്രം. അസ്ത്യസ്തി എന്നു സകലോപരി നിൽപ്പതൊന്നേ സത്യം സമസ്തവും അനിത്യമസത്യമാകും. മൃത്തിൻ വികാരമിത് അസത്യമിതിങ്കലൊക്കെ വർത്തിപ്പതോർക്കിലൊരു മൃത്തിതു സത്യമത്രേ. അജ്ഞാനവേളയിലുമസ്തി വിഭാതി രണ്ടും അജ്ഞാതമല്ല സുഖവും വിലസുന്നു മോനും. രജ്ജുസ്വരൂപമഹിയോടുമിതന്തയാർന്നു നിൽക്കുന്നതിന്നിഹ നിദർശനമാമിതോർത്താൽ. വിശ്വം വിവേകദശയിങ്കലഴിഞ്ഞു സർവമസ്വസ്ഥമാകിലും അതിന്ദ്രിയ ദൃശ്യമാകും. ദിക്കിൻ ഭ്രമം വിടുകിലും പുനരിങ്ങിവൻ്റെ ദൃക്കിന്നു ദിക്കു പുനരിങ്ങനെ തന്നെ കാണാം. സത്യത്തിലില്ലയുലകം സകലം വിവേകവിധ്വസ്തമായ പിറകും വിലസുന്നു മുൻപോൽ. നിസ്തർക്കമായി മരുവിലില്ലിഹ നീരമെന്നു സിദ്ധിക്കിലും വിലസിടുന്നിതു മുൻപ്രകാരം. ജ്ഞാനിക്കു സത്തുലകു ചിത്തു സുഖസ്വരൂപമാനന്ദമല്ല അനൃതമജ്ഞനിത അപ്രകാശം. കാണുന്നവന്നു സുഖമസ്ഥിതയാർന്ന ഭാനുമാൻ അർക്കനന്ധനിരുളാർന്നൊരു ശൂന്യവസ്തു. വിത്തൊന്നു താൻ വിവിധമായി വിലസുന്നിതിങ്കലർത്ഥന്തരം ചെറുതുമില്ല വിശേഷമായി. രജ്ജുസ്വരൂപമറിയാതിരുളാൽ വിവർത്ത സർപ്പം നിനക്കിലിതു രജ്ജുവിൽ നിന്നു വേറോ. ഓരോന്നതായ അവയവം മുഴുവൻ പിരിച്ചു വേറാക്കിയാൽ ഉലകമില്ല വിശേഷമത്രേ. വേറാകുമീ അവയവങ്ങളുമേവമങ്ങോട്ടാരായിലില്ല അഖിലവും നിജബോധമാത്രം. അഖിലവും നിജബോധമാത്രം. എല്ലാം തൻ്റെ ബോധസ്വരൂപമാണ്. കേവലമായ ഏകമായ അദ്വയമായ ബോധം, ജ്ഞാനം ഈ കാണാകുന്ന സകലവുമായി ഭാസിക്കുന്നു.
ഇവിടെ നമ്മൾ ഒരു വിഷയം ഓർമ്മിക്കേണ്ടത്, വേദാന്ത വിചാര പ്രക്രിയയിൽ സത്ത് എന്ന് ആചാര്യൻ പറഞ്ഞാൽ അവിടെ ചിത്തും ആനന്ദവും നമ്മൾ ചേർത്ത് മനസ്സിലാക്കണം. എവിടെ ചിത്ത് അഥവാ ബോധമെന്ന് പറഞ്ഞോ അവിടെ സത്തും ആനന്ദവും മനസ്സിലാക്കണം. എവിടെ ആനന്ദം എന്ന് പറഞ്ഞോ അവിടെ സത്തും ചിത്തും മനസ്സിലാക്കണം. കാരണം ഇത് മൂന്നല്ല. ഒരേ സത്യത്തെ അപഗ്രഥിക്കാൻ വേണ്ടി മൂന്ന് ദിക്കിലൂടെ നോക്കുമ്പോഴാണ് ഈ സത്ത്, ചിത്ത്, ആനന്ദം എന്നുള്ളതൊക്കെ വരുന്നത്. ഇതിലൊരു വിദ്യാർത്ഥിയെ സംബന്ധിച്ച് ഏത് അനുസന്ധാനം ചെയ്യുന്നതാണോ കൂടുതൽ എളുപ്പം അത് സ്വീകരിക്കാം. ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പം നമ്മൾ വിചാരദശയിൽ, പ്രാഥമികമായ വിചാരദശയിൽ പാരമാർത്ഥിക സത്യത്തെ നിരൂപണം ചെയ്യാൻ ചിലർക്ക് ഈ സദ്ഭാവത്തെ നിരൂപണം ചെയ്യുന്നതായിരിക്കും എളുപ്പം. അതെങ്ങനെയെന്ന് ചോദിച്ചാൽ, അതുണ്ട്, ഇതുണ്ട്, എൻ്റെ മുമ്പിലുള്ള ദൃശ്യപ്രപഞ്ചമുണ്ട്. അപ്പോൾ ഉണ്ടെന്നുള്ള ഭാവം എവിടുന്നുണ്ടായി, എന്താണ് ഇതിന് ഉണ്മ നൽകുന്നത്, ആ വിധത്തിൽ സൂക്ഷ്മ നിരൂപണം ചെയ്ത് സത്ത് എന്നുള്ളതിൻ്റെ വഴിയിലൂടെ ആത്മതത്വത്തിൽ എത്തിച്ചേരുക, ഉണ്മയിൽ എത്തിച്ചേരുക. അതായിരിക്കും ചിലർക്ക് എളുപ്പം. ചിലർക്ക് എല്ലാത്തിനെയും പ്രകാശിപ്പിക്കുന്ന ചൈതന്യത്തെ നിരൂപണം ചെയ്യുന്നതായിരിക്കും എളുപ്പം. അപ്പം ആദ്യം പറഞ്ഞത് തന്നെയല്ലേ ഇതെന്ന് ചോദിച്ചാൽ, ആദ്യം ഉണ്മയെ നൽകുന്നതാണ് പറഞ്ഞത്. ഇപ്പോൾ പറയുന്നത് ആദ്യം എല്ലാത്തിനും ചൈതന്യത്തെ നൽകുന്ന സത്യത്തെ നിരൂപണം ചെയ്യുന്നതായിരിക്കും ചിലർക്ക് എളുപ്പം. ഇനിയും ചിലർക്ക് തൻ്റെ ആനന്ദഭാവം നിരൂപണം ചെയ്യുന്നതായിരിക്കും എളുപ്പം. തൻ്റെ ആനന്ദഭാവം നിരൂപണം ചെയ്യാമെന്ന് പറയുമ്പോൾ അത് ഒന്ന് തനിക്ക് തന്നിലാണ് പരമപ്രേമം എന്നുള്ള ആശയമോ, അല്ലെങ്കിൽ താൻ കലർപ്പില്ലാതിരിക്കുമ്പോഴാണ് ആനന്ദ അനുഭവമെന്നോ ഒക്കെ നിരൂപണം ചെയ്യുന്നതായിരിക്കും എളുപ്പം. അപ്പോൾ ഒരു വ്യക്തിക്ക് ഏതാണോ എളുപ്പമായ പ്രക്രിയ അത് സ്വീകരിക്കാം. എല്ലാവരും സന്നിരൂപണം ചെയ്യണം, അല്ലെങ്കിൽ ചിന്നിരൂപണം ചെയ്യണം, അല്ലെങ്കിൽ ആനന്ദ നിരൂപണം ചെയ്യുമെന്ന് പറയുന്നില്ല. ശാസ്ത്രത്തിൽ ഇത് മൂന്നും പറയും, എല്ലാവർക്കും വേണ്ടി കിട്ടും. അപ്പം നമുക്ക് ഏതാണോ കൂടുതൽ അനുകൂലമായത് അത് ചിന്തിക്കാം. പക്ഷെ ഒന്ന് പറയാം, ഏതിനെ നിരൂപണം ചെയ്യുകയാണെങ്കിലും അപ്പം മറ്റതിനെ ചേർത്ത് മനസ്സിലാക്കും നമ്മൾ. സത്ത് തന്നെയാണ് ചിത്ത്, ചിത്ത് തന്നെയാണ് ആനന്ദം, ഈ ദിശയിൽ. അപ്പം ഇവിടെ നിജബോധം, കേവലമായ ബോധം, ചിത്ത് മാത്രമാണ് ഈ കണ്ട സകലവുമായി പ്രകാശിക്കുന്നത് എന്നാണ് നമ്മൾ ഒടുവിൽ പറഞ്ഞത്. തുടർന്ന് 14-ാമത്തെ ശ്ലോകം ശ്രദ്ധിക്കുക. ഇത് ആവർത്തനം മാത്രമാണ്. ആവർത്തിച്ച് ഒരേ സത്യത്തെ പറയുകയാണ്, ഒരേ സത്യത്തെയാണ് പറയുന്നത്. നൂലാട തന്നിലുദകം നുര തന്നിലേവം ഹാ ലോകമാകെ മറയുന്നൊരവിദ്യയാലേ ആലോചന വിഷയമായിതു തൻ്റെ കാര്യജാലത്തൊടും മറകിലുണ്ടറിവൊന്നു മാത്രം. നൂലാട തന്നിലുദകം നുര തന്നിലേവം ഹാ ലോകമാകെ മറയുന്നൊരവിദ്യയാലേ ആലോചന വിഷയമായിതു തൻ്റെ കാര്യജാലത്തൊടും മറകിലുണ്ടറിവൊന്നു മാത്രം. ആചാര്യൻ കേവലം ശ്രീനാരായണ ഗുരുദേവൻ മാത്രമല്ല, വേദാന്ത ശാസ്ത്രോപദേശം ചെയ്യുന്ന എല്ലാ ആചാര്യന്മാരും പ്രസിദ്ധങ്ങളായ ദൃഷ്ടാന്തങ്ങളെ തന്നെയാണ് ആവർത്തിച്ച് പറയുക. അപ്പം നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ ഒന്നിൻ്റെ സ്ഥാനത്ത് വേറൊന്ന് പറയാം, അതിന് വിരോധമില്ല. പക്ഷേ അവിടെ ഉപദേശിക്കപ്പെടുന്നത് ഇപ്പോൾ കയറ് പാമ്പ് എന്നുള്ളത് മാറ്റി കയറിൻ്റെ സ്ഥാനത്ത് വേറെ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു, പാമ്പിൻ്റെ സ്ഥാനത്ത് വേറെ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു വിചാരിച്ചോളൂ. അപ്പോൾ കേൾക്കുമ്പോൾ ഒരു പുതുമയുണ്ടാവും, പുതിയൊരു കഥയൊക്കെ ഉണ്ടാക്കാം.
പക്ഷെ വസ്തുതത്വം ഇത്രയേ ഉള്ളൂ, അധിഷ്ഠാന വസ്തുബോധമില്ലാതെ അന്യവസ്തു ആരോപം വരുന്നു എന്നുള്ളതാണ് അവിടെ. ഇത്രയേ ഉള്ളൂ. ഇവിടെ ആചാര്യൻ പ്രസിദ്ധമായതിനെ തന്നെയാണ് ആവർത്തിക്കുന്നത്. ആയിരക്കണക്കിന് കൊല്ലങ്ങളായി ആചാര്യന്മാർ പറഞ്ഞ് പോരുന്ന അതേ ദൃഷ്ടാന്തങ്ങളാണ് ഈ പറയുന്നത്. അപ്പോൾ എളുപ്പമാണ്. അപ്പം പറയുന്ന നൂലാട തന്നിൽ, നൂല് ആട തന്നിൽ, ആട വസ്ത്രം. അപ്പം നൂല് വസ്ത്രത്തിൽ, ഉദകം നുര തന്നിൽ, ഉദകം വെള്ളം, നുര തന്നിൽ നുരയിൽ, ഏവം ഇതേപോലെ ഹാ ലോകമാകെ മറയുന്നു, ലോകമാകെ വസ്തുതത്വം മറഞ്ഞു പോകുന്നല്ലോ. എന്തുകൊണ്ടാണ് ഈ വസ്തുതത്വം മറഞ്ഞു പോകുന്നേ? അവിദ്യയാല്, അവിദ്യ കൊണ്ട്. അപ്പം നേരത്തെ നമ്മൾ പഠിച്ച അതേ ദൃഷ്ടാന്തമാണ്. നൂല് ഊടും പാവുമായി ചരിച്ചപ്പോഴാണ് വസ്ത്രം എന്നുള്ളത് ഉണ്ടായത്. നമ്മൾ വസ്ത്രം ധരിക്കുന്നു, വസ്ത്രം കൊണ്ട് മറയ്ക്കുന്നു, ഇതൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. വസ്ത്രം ധരിക്കുന്നുണ്ട്, നമ്മൾ വസ്ത്രം കൊണ്ട് ചില മറവുകളൊക്കെ വയ്ക്കുന്നുണ്ട്, ചില കർട്ടനൊക്കെ ഇടുന്നത്. അത് അവിടെ ഇപ്പോൾ കർട്ടൻ ഉണ്ട്, ഇതുണ്ട്, കെട്ടിയിട്ടുണ്ട്. അത് തന്നെ ഇപ്പുറത്തുള്ളത് കാണാതിരിക്കാൻ വേണ്ടി വേറൊരു കർട്ടൻ പണിച്ച വലിച്ചു കെട്ടാം. ഇങ്ങനെ മറയ്ക്കാൻ ഉപയോഗിക്കുന്നു. നമ്മളെ ദേഹത്തും അതെ, എല്ലാവരും കാണണം നമുക്ക് തോന്നാത്തതൊക്കെ മറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വസ്ത്രം ഉപയോഗിക്കും. എന്നാൽ ഇത് വസ്തു എന്ത്? വസ്തു നൂല് തന്നെ. നൂല് കൊണ്ട് ആ ധർമ്മം സംഭവിക്കുകയോ ഇല്ല. നൂല് കൊണ്ട് മറയ്ക്കുക എന്നോ ധരിക്കുക എന്നോ ഉള്ള ധർമ്മം സംഭവിക്കില്ല. എന്നാൽ നൂല് ഊടുംപാവുമായപ്പോഴോ അത് സംഭവിച്ചു. ഇവിടെ വസ്ത്രത്തിൽ നൂലല്ലാതെ വല്ലതും ഉണ്ടോ? ഇല്ല. ഒരു കിലോഗ്രാം തൂക്കമുള്ള വസ്ത്രത്തിൽ 1 കിലോഗ്രാം നൂലാണുള്ളത്, വേറൊരു വസ്തുവില്ല. ആ നൂലിങ്ങനെ ഊടുംപാവുമായപ്പോൾ വസ്ത്രമായി. പക്ഷേ ഇത് വസ്ത്രമാണ് എന്ന നിലയ്ക്ക് നമ്മൾ അതിനെ നോക്കുമ്പോൾ, അതിൻ്റെ പ്രത്യേക ഡിസൈനുകൾ, അതിലെ ചിത്രങ്ങളൊക്കെ നോക്കുമ്പോൾ അവിടെ നൂലുണ്ടോ? ഇല്ല. അവിടെ നൂലല്ല നമ്മൾ കാണുന്നത്, വസ്ത്രമാണ് കാണുന്നത്, അതിലെ ചിത്രപ്പണിയാണ് കാണുന്നത്. ഇനി ഇതിനെ ഊടുംപാവും വേർതിരിച്ചാൽ ഇതേ നൂല് കൂട്ടിയിട്ടാൽ ആ ചിത്രം കാണുമോ? കാണില്ല. സാധാരണഗതിയിൽ ആ നൂല് പിന്നെയും അതുപോലെയാക്കാൻ എളുപ്പമല്ല, പിന്നെ ഡൈ ചെയ്ത് വീണ്ടും കളർ ചെയ്യാനേ പറ്റൂ. എന്നാൽ അത്യന്ത കുശലനായ ഒരാൾ അതേപോലെ വീണ്ടും ഊടുംപാവും ചെയ്തു എന്ന് വിചാരിക്കുക. അങ്ങനെ വിചാരിക്കുന്നതിന് കുഴപ്പമില്ല. വിചാരിച്ചാൽ അതേ ചിത്രം വീണ്ടും കാണില്ലേ? കാണും. സാമാന്യമായി അസാധ്യമാണ്, അത് എളുപ്പമല്ല. ഒരു ഗുരുനാഥനുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ അടുത്ത് ഈ മന്ത്രദീക്ഷയൊക്കെ ആവശ്യപ്പെട്ട് വരുന്ന ആൾക്കാർ, ബ്രഹ്മചാരി സന്യാസി അങ്ങനെയല്ല, അല്ലാതെ നിത്യ ഉപാസനയ്ക്ക് ഒരു മന്ത്രം പറഞ്ഞു തരണം ഗുരുനാഥ എന്നൊക്കെ പറഞ്ഞ് വരുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പരിപാടി എന്താ വെച്ചാൽ, ഇപ്പോൾ ആ ജാതി നൂലുണ്ടോയെന്ന് അറിയില്ല, അതായത് ഒരു നീളമുള്ളതിൽ കോർത്ത നൂലല്ല, അല്ലാതെ ഒരു വട്ടത്തിൽ ഇങ്ങനെ കോർക്കുന്ന നൂല് കണ്ടിട്ടില്ല. പണ്ട് ഒരു കടലാസ് നടുക്ക് ഇങ്ങനെ ഉണ്ടാവും, എന്തായാലും പേര് പറയാതെ എനിക്കറിയില്ല. ഈ നൂലിൻ്റെ നടുക്കത്തെ കടലാസം എടുത്ത് മാറ്റിയിട്ട് ഒന്ന് ഇങ്ങനെ ആക്കും, എന്നിട്ട് കൊടുക്കും. കൊടുത്തിട്ട് പറയും ഇതൊക്കെ ഒന്ന് നിവർത്തിക്കൊണ്ടിരും. ഈ നൂല് നിവർത്തിക്കൊണ്ടിരും, ഒന്നങ്ങ് അമർത്തും. അപ്പോൾ ഇതെല്ലാം കൂടി കൂട്ടി കെണിഞ്ഞിട്ടുണ്ടാവും. അത് നിവർത്തി എളുപ്പമല്ല, നല്ല പണിയുണ്ട്. കാരണം ഇപ്പുറത്തുനിന്ന് വലിച്ചപ്പുറത്ത് കെട്ടിക്കൊടുക്കും, ഇപ്പുറത്തുനിന്ന് വലിച്ചപ്പുറത്ത് കെട്ടിക്കൊടുക്കും. അത് വളരെ പണിപ്പെട്ട് ചിലപ്പോൾ 2, 3, 4 മണിക്കൂർ കൊണ്ടാവുമ്പോഴും പൊട്ടിപ്പോയെന്ന് വരും. പൊട്ടിയാൽ ഗുരു സ്വീകരിക്കില്ല. പൊട്ടാതെ അത് നിവർത്തി ചുറ്റി കൊടുക്കണം. എന്നാലേ അടുത്ത സംഭാഷണം എന്ത് മന്ത്രാ വേണ്ടത്, എന്താണ് നീ ജപിക്കുന്നുണ്ടോ, അങ്ങനെയാന്നൊക്കെ ചോദിക്കുള്ളൂ, അല്ലാണ്ട് ചോദിക്കില്ല. കാലം മാറി. ഇന്നിപ്പോൾ ഓൺലൈൻ ദീക്ഷ ഉണ്ട് ഇല്ലേ? മൈക്കിലൂടെ അനൗൺസ് ചെയ്തിട്ട് ദീക്ഷ കൊടുക്കുന്നുണ്ട്. ദക്ഷിണ കൊടുത്താൽ ദീക്ഷ കിട്ടും എന്നുള്ള കാലമായി ഇന്ന്. അത് പോട്ടെ, അതൊക്കെ കാലത്തിൻ്റെ വൈധർമ്മ്യം, അത്രമാത്രം. അതിഗുപ്തങ്ങളായ മന്ത്രങ്ങൾ പോലും ഓൺലൈൻ ദീക്ഷ കൊടുക്കുന്ന കാലമാണ്.
എവിടെ എത്തും ഇതൊക്കെ എന്നറിയില്ല. കുറേ ഭ്രാന്തന്മാരെ സൃഷ്ടിക്കാൻ ഉപകരിക്കുന്നല്ലാതെ, പ്രത്യേകിച്ച് ഈ കോവിഡിന് ശേഷമാണ് ഇങ്ങനെയാണ് കൂടിയത് ഈ ഓൺലൈൻ ഗുരുക്കന്മാരും ഓൺലൈൻ ദീക്ഷയൊക്കെ. അല്ലാതെ കൂടിയിട്ടുണ്ട്. ശരി, ഇരിക്കട്ടെ. അപ്പോൾ പറഞ്ഞതിൻ്റെ ആശയം എന്താണെന്ന് ചോദിച്ചാൽ, ഇവിടെ ഈ നൂല് കെട്ടിക്കുടുങ്ങിയത് വേർതിരിക്കാനുള്ള ക്ഷമ, അതിനുള്ളതായ ശ്രദ്ധ, അതിനുള്ള ക്ഷമ, അത് പ്രവർത്തിക്കാനുള്ള കെൽപ്പ്, ഇതൊക്കെ ആയിട്ട് മതി നീ വരിക എന്നാണ് ആ ഗുരുനാഥൻ പറഞ്ഞിട്ടുള്ളത്. അപ്പം ഇവിടെ ഈ നൂല് ഒരിക്കലും വസ്ത്രത്തിൻ്റെ ധർമ്മം ചെയ്യുന്നില്ല. വസ്ത്രം നൂലിൻ്റെ ധർമ്മവുമല്ല. പക്ഷേ ഈ വസ്ത്രത്തിൽ ഊടും പാവുമായി നൂലല്ലാതെ മറ്റൊന്നുമില്ല. അപ്പോൾ വസ്ത്രം കാണുമ്പോൾ നമ്മൾ നൂല് കാണുന്നില്ല. എന്നാൽ നൂലല്ലേ കാണുന്നത്? നൂലാണ് കാണുന്നത്. പക്ഷെ നൂലാണെന്ന ഉണ്ടോ? ഇത് നൂലാണ്, ഇത് നൂലാന്ന് ആരും പറയാറില്ല, ഇത് വസ്ത്രമാണെന്നാ പറയുക, ഇല്ലേ? അപ്പോൾ വസ്ത്രം എന്നുള്ള ബോധത്തിൽ എന്താണോ വസ്ത്രത്തിൻ്റെ സത്യം അതവിടെ വിസ്മൃതമായി. നൂലാട തന്നിൽ ഉദകം നുര തന്നിൽ. ഉദകം നുര, നുര എന്ന് പറയുമ്പോൾ നമ്മൾ വെള്ളത്തിൽ നുര ഉണ്ടാവുന്നുണ്ട്, നുര, പത ഒക്കെ. ഇത് ശരിക്ക് ഇത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ചില സമുദ്രതീരങ്ങളിൽ പോകണം. എല്ലാ സമുദ്രതീരങ്ങളിലും ഇല്ല, പല സമുദ്രതീരങ്ങളിലും വലിയ വെള്ളപ്പത കാണും. അപ്പം കുട്ടികളാവുന്ന സമയത്ത് അത് പൊട്ടാതെ മുറിച്ചെടുക്കും. എത്ര വലുപ്പത്തിലൊക്കെ പൊളിച്ചെടുക്കും. ചില കുട്ടികൾ വലുത് മുറിച്ചെടുക്കും, അങ്ങനെ പൊട്ടിച്ചെടുക്കും. അപ്പോൾ എനിക്ക് ഇത്ര വലുത് കിട്ടി, ഇത്ര വലുത് കിട്ടി എന്ന് പറഞ്ഞ കുട്ടികൾ മത്സരം ഉണ്ടാവും. അപ്പോൾ വലുത് കിട്ടിയ ആളത് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് ചെറിയ കുട്ടികൾ ഓടി പൊട്ടിക്കാൻ നോക്കും. ഇവന് പൊട്ടിക്കാതെ മറ്റവൻ ദൂരത്തേക്ക് ഓടി. ഇങ്ങനെയുള്ള കളികൾ ധാരാളമുണ്ട് ഈ സമുദ്രതീരത്ത് കഴിയുന്ന കുട്ടികളിൽ. നല്ല രസകരമായ കളികളാണ്. പൊട്ടിച്ചു വെച്ചിട്ട് അടിയൊന്നും ഉണ്ടാവില്ല, ചിലപ്പോൾ അടിയും പൊട്ടും, അത് വേറെ വിഷയം. എന്നാലും ഇത് വലുത് പൊട്ടിക്കാനാണ് മറ്റേ കുട്ടികൾ നോക്കുക. അപ്പം ഇത്ര വലുപ്പമുള്ളൊരു ഒരു നുരയുടെ കട്ടി ഒരാൾക്ക് കിട്ടിയെന്ന് വിചാരിച്ചോളൂ. ഇത് വെള്ളമാണോ? ഒറ്റ നോട്ടത്തിനല്ല, ഒരിക്കലും അല്ല. ശരി, ഇത് നമ്മളൊരു പാത്രത്തിൽ കൊണ്ടുവച്ചു. ഈ വലിയ കട്ടി ഒരു പ്ലേറ്റിൽ വെച്ചു. പിറ്റേ ദിവസം വന്ന് നോക്കുക. പിറ്റേ ദിവസം വന്ന് നോക്കിയാൽ ആകെ അതിൽ ഒരു 1/4 ടീസ്പൂൺ വെള്ളം ഉണ്ടാവും. വേറെ ഒന്നും ഉണ്ടാവില്ല. ഒരു 1/4 ടീസ്പൂൺ വെള്ളം, അതിൽ കൂടുതൽ ഉണ്ടാവില്ല. അപ്പം ഇത്രയും വലിയൊരു പതയുടെ ഒരു നുരയുടെ കട്ടിയായിട്ട് കാണപ്പെട്ടത് എന്താ? ഈ വെള്ളം തന്നെയാണ്. വെള്ളമല്ലാത്ത ഒരു വസ്തുവും ആ നുരയിലില്ല. പക്ഷേ അത് ആകൃതിയിൽ കാണപ്പെട്ടപ്പോഴോ അതിന് വർണ്ണവിശേഷമുണ്ട്, ആകൃതി വിശേഷമുണ്ട്. രൂപം എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, ആകൃതി വിശേഷമുണ്ട്. അപ്പം ആകൃതിയോടും വർണ്ണത്തോടും കൂടി കാണപ്പെട്ട ഈ നുര വാസ്തവത്തിൽ ആകൃതിയോ വർണ്ണമോ ഇല്ലാത്ത ജലം മാത്രമാണ്. ഇതിന് വലിയ പരീക്ഷണശാലയിലൊന്നും പോണ്ട, നമുക്കെല്ലാവർക്കും മനസ്സിലാക്കുക. ഇതിൻ്റെ പേരിലാണോ നമ്മൾ അടികൂടിയത് എന്ന് 2 കുട്ടികൾ തമ്മിൽ പറഞ്ഞാലോ? ഇത്രയേ ഉള്ളൂ ലോകത്തിലെ എല്ലാ അടികളെന്നും മനസ്സിലാക്കുക, അത്രയേ ഉള്ളൂ. ഇത് വലിയ അടിക്ക് കാരണമാവും. ഇത് പൊട്ടിച്ചു കഴിഞ്ഞാൽ തിരിച്ചടിക്കും ഒക്കെ ഉണ്ട്. എന്തിനടി? ഈ നുര പൊട്ടിച്ചതിനാണ് അടി. പിറ്റേന്ന് നോക്കിക്കഴിഞ്ഞാൽ 2 കുട്ടികളും ചിന്തിക്കുക, എന്തിനാ നമ്മൾ ഇന്നലെ അടിയിട്ടത്? ഇത്രയല്ലേ ഉള്ളൂ വസ്തു, ഇതൊരു 1/4 ടീസ്പൂൺ വെള്ളമേ ഉള്ളൂ, ഇതിൻ്റെ പേരിലാണോ നമ്മൾ അടി കൂടിയത്? ലോകത്തിലെല്ലാ അടിയും ഇങ്ങനെയല്ലേ ഉള്ളൂ. എന്താ അഭിപ്രായം? ഇതിൽ കവിഞ്ഞ് വല്ല അടിയുണ്ടോ? ഒക്കെ നുരയുടെ പേരിലാണ് അടി, വെള്ളത്തിൻ്റെ പേരിൽ അടിയില്ല. പക്ഷെ മനസ്സിലാവുന്നില്ല. ഇപ്പോൾ ഒരാൾ നമ്മളോട് കുറച്ച് വെള്ളം കുടിക്കട്ടെ, വെള്ളം കൊണ്ടുവരുമെന്ന് പറഞ്ഞാൽ നമ്മൾ വെള്ളമാണോ കൊണ്ടുപോവുക? എന്തൊരു സ്വാമി, അതെന്താ നിങ്ങൾ ചോദിക്കണത്? വെള്ളം തരുമെന്ന് പറഞ്ഞാൽ വെള്ളമല്ലേ കൊണ്ടുപോവുക? അല്ല, നമ്മൾ പാത്രമാണ് കൊണ്ടുപോവുക, അല്ലേ? നമ്മളൊരു ഗ്ലാസ്, ഒരു ടംബ്ലർ, അല്ലെങ്കിൽ ഒരു
ദവറ എന്തെങ്കിലും ഒരു പാത്രമാണ് നമ്മൾ കൊണ്ടുപോവുക. ആ പാത്രത്തിലാണ് വെള്ളം ഒഴിക്കണം. അയാൾ പാത്രം ചോദിച്ചോ? ചോദിച്ചില്ലല്ലോ. നിന്നോട് ഞാൻ വെള്ളം കൊണ്ടുവരാനല്ലേ പറഞ്ഞത്, നീ ഇതിനെ പാത്രം കൊണ്ടുവന്ന്? അവിടെ അനുസരിക്കാൻ ഒറ്റ വഴിയേ ഉള്ളൂ, രണ്ട് വഴിയില്ല. ഒരു ഫ്രീസറിൽ വെച്ച് വെള്ളം കട്ടയാക്കിയിട്ട് കൊണ്ടുകൊടുക്കാം. ഇതാ വെള്ളം മാത്രം, അതാ പാത്രം ഇല്ലാതെ. മറ്റേത് നമുക്ക് പാത്രത്തിലേ വെള്ളം കൊണ്ടുപോകാൻ പറ്റൂ. മനസ്സിലാക്കുക. അപ്പം ഈ ഐസിൻ്റെ കട്ട കണ്ടിട്ട് ഇത് വെള്ളമാകുന്നു എന്ന് പറഞ്ഞാൽ അറിയുന്ന ആൾക്കറിയാം, അറിയാത്ത ആൾക്ക് ഇത് വേറൊരു വസ്തുവാണ്, ഇത് വെള്ളമാണെന്ന് എങ്ങനെയാണ് മനസ്സിലാക്കുക? ഇതേ വെള്ളം നമ്മൾ ചിലപ്പോൾ ഈ ഐസ് കട്ട ഒരു ഗ്ലാസിൻ്റെ മുകളിലിട്ടാലോ ആ ഗ്ലാസ് പൊട്ടിപ്പോകും. എന്താ ഗ്ലാസ് എങ്ങനെ പൊട്ടി? അത് വെള്ളം വീണ് പൊട്ടിയതാന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? വലിയ പ്രശ്നമാണ്. നമ്മൾ പറഞ്ഞത് ആൾക്കാർ വിശ്വസിക്കില്ല. ചിദാനന്ദ സ്വാമി കള്ളം പറയുന്നു എന്ന് പറയും. അത് വെള്ളം വീണ് പൊട്ടിയതല്ലേ? എന്താ നിങ്ങളുടെ അഭിപ്രായം? അല്ല, അതെ. ഇതാണ് സ്ഥിതി. അപ്പോൾ നുര തന്നിൽ ഉദകം മറയുന്നു. ഇത് നുരയാണ്, ഇന്ന ആകൃതിയോട് കൂടിയതാണ്, ഇന്ന വർണ്ണത്തോട് കൂടിയതാണ് എന്ന ആ ഭാനത്തിൽ വസ്തുതത്വം മറയുന്നു. ഇത് ഇന്ന പുള്ളി വസ്ത്രമാണ്, ഇന്ന വസ്ത്രമാണെന്നുള്ള ആ വസ്ത്രത്തിൽ നൂല് മറയുന്നു. നൂല് മറഞ്ഞോ? നൂല് മറഞ്ഞിട്ടില്ല, നൂല് തന്നെയാണത്. പക്ഷേ ആ ബോധമല്ല നമുക്ക് ഉണ്ടാവണം. വെള്ളം തന്നെയാണിത്, പക്ഷെ നമുക്ക് ആ ബോധം ഉണ്ടാവണില്ല. നമുക്ക് ഇത്ര കട്ടിയുള്ള പദാന്നാണ് ഉണ്ടാവുന്നത്. ഇതുപോലെ നൂലാട തന്നിൽ ഉദകം നുര തന്നിൽ ഏവം ഏവം ഇപ്രകാരം ഹാ ലോകമാകെ ഈ വസ്തുത അസ്തിത്വം ലോകമാകെ മറയുന്നു. അവിടെ ലോകം മറയുന്നു എന്നല്ല പറയേണ്ടത്, ലോകമാകെ ഈ ലോകത്തിൽ മുഴുവനും തന്നെ മറയുന്നു. എന്ത് മറയുന്നു? സത്യം. നമ്മൾ കാണുന്നത് മാത്രം ശരിയെന്ന് വിചാരിക്കുന്നു. കാണുന്നതിന് ഉണ്മയെ നൽകുന്ന പാരമാർത്ഥിക സത്യം എന്തെന്ന് അറിയുന്നില്ല. ഇതെന്തൊരു അത്ഭുതമെന്ന് കാണിക്കാനാണ് ഹാ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇതെന്തൊരു അത്ഭുതം! ഹാ, ഇതെന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കണേ? അവിദ്യയാലേ. ഇതാണ് അവിദ്യയാൽ സംഭവിക്കുന്നത്. അവിദ്യ പ്രവർത്തിക്കുന്നത് രണ്ട് ശക്തികളെ കൊണ്ടാണ്. അപ്പോൾ ഇല്ലാത്തതിന് ശക്തിയെന്ന് വെച്ചാൽ അവിദ്യ എന്ന് പറഞ്ഞാൽ അനേക അർത്ഥങ്ങളിൽ ഒരർത്ഥം ന വിദ്യമാന യാസ അവിദ്യ, ഇല്ലാത്തവളാരും അവൾ അവിദ്യ എന്നൊരർത്ഥമുണ്ട്. വിദ്യായ അന്യ അവിദ്യ എന്നും അർത്ഥമുണ്ട്. വിദ്യയിൽ നിന്ന് ഭിന്നയായിട്ടുള്ളവൾ അവിദ്യ ഒരർത്ഥം. മറ്റൊരർത്ഥം ഇല്ലാത്തവളാരും അവൾ അവിദ്യ. അപ്പോൾ ഇല്ലാത്തവൾ എന്നുള്ള അർത്ഥം എടുത്തു കഴിഞ്ഞാൽ ഇല്ലാത്തവൾക്ക് രണ്ട് ശക്തിയോ? ഇല്ലാത്തവൾക്ക് അനേക ശക്തി ഉണ്ടാവും. ആ രണ്ട് ശക്തി ആവരണവും വിക്ഷേപവുമാണ്. വസ്തുതത്വത്തെ മറയ്ക്കുക എന്നുള്ളത് ആവരണമാണ്, അതിൽ അന്യവസ്തുവെ കാണിക്കുക എന്നുള്ളത് വിക്ഷേപമാണ്. ഈ രണ്ടും ചേർന്നിട്ടാണ് ഈ ലൗകിക ഭ്രമങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. ഇപ്പം നേരത്തെ പറഞ്ഞ ദൃഷ്ടാന്തത്തിൽ ഇത് കയറാകുന്നു എന്ന കയറിൻ്റെ ഭാവത്തെ മറച്ചു എന്നുള്ളത് ആവരണ ശക്തിയാണ്. അതിനെ പാമ്പാണെന്ന് തോന്നിപ്പിച്ചത് വിക്ഷേപ ശക്തിയാണ്. ഈ ആവരണവും വിക്ഷേപവും ഈ രണ്ട് ശക്തികളാണ്. ഇത് രണ്ടും ചേർന്നിട്ടാണ് ഈ കാണാകുന്ന സകലവുമായി ഭാസിക്കുന്നത്. അപ്പോൾ അവിദ്യയുടെ ആവരണ വിക്ഷേപങ്ങളെ കൊണ്ട് വസ്തുതത്വം മറഞ്ഞ് പോരാ, അന്യവസ്തുവായി കാണപ്പെട്ടു. ഇതാണ് ഈ ഉലകം, ഇതാണ് ഈ സംസാരം. ഞാൻ ആരെന്നറിയുന്നില്ല എന്നുള്ളത് ആവരണം, ഞാൻ അല്ലാത്തത് ഞാനാണെന്ന് മനസ്സിലാക്കുന്നത് വിക്ഷേപം. ഞാൻ ആരാണ്, സച്ചിദാനന്ദമാണെന്ന് അറിയുന്നില്ല, അത് ആവരണത്തിൻ്റെ ഫലമാണ്. പിന്നെ ഞാൻ എന്തൊക്കെയാണ്, അത് എന്തൊക്കെയാണെന്ന് നമുക്ക് ആർക്കും പറയാൻ വയ്യ. ഞാൻ ആണാണ്, ഞാൻ പെണ്ണാണ്, അവിടെ നിന്ന് അങ്ങോട്ട് ഞാൻ മനുഷ്യനാണ്, അല്ലെങ്കിൽ ഞാൻ എന്തൊക്കെ ഞാനാണ്. പല കൽപ്പനകളും നമ്മളിലേക്ക് നമ്മൾ വയ്ക്കുന്നുണ്ട്. തൊഴിലാവാം, ആ സമയത്തുള്ള ഭാവങ്ങളാവാം. ഞാൻ രോഗിയാണ്, അങ്ങനെ വരാം. ഞാൻ നിരോഗിയാണ്. നിരോഗി എന്ന് പറഞ്ഞാൽ രോഗമില്ലാത്ത ആൾ, അത്രയേ ഉള്ളൂ, അല്ലാണ്ട് വേറെ ഒന്നുമില്ല. ഇതൊക്കെ വരാം. നേരത്തെ ഒരു നേരമ്പോക്കുണ്ടായി, ഇന്നുണ്ടായ നേരമ്പോക്കാണ്. നമ്മളൊരു സഭയിൽ സംസാരിക്കുകയായിരുന്നു.
ഒരു സഭയിൽ സംസാരിക്കുമ്പോൾ ഈ ഭക്ഷണത്തിൻ്റെ ശുദ്ധി അശുദ്ധി എന്നുള്ളൊരു വിഷയമാണ് പറഞ്ഞത്. അപ്പോൾ ഏകദേശം സ്ഥിതിവിവര കണക്കുകൾ അനുസരിച്ച് പറഞ്ഞാൽ കേരളത്തിൽ 1/6 പേർക്ക് ക്യാൻസറാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, നമ്മൾ ഇരിക്കുന്ന ഈ സ്റ്റേജിലും സദസ്സിലുമായിട്ട് ഇരിക്കുന്ന 1/6 ക്യാൻസറുണ്ട്. പരിശോധിച്ചാലേ അറിയുള്ളൂ. പരിശോധിക്കാത്ത കാലത്തോളം നമ്മൾ അറിയില്ല. അത് കുഴപ്പമില്ല. അതുകൊണ്ട് പരിശോധിച്ച് കഴിഞ്ഞാൽ അറിഞ്ഞു. ഇത്രയേ പ്രശ്നമുള്ളൂ. അത് ഞാൻ ആരെ പറഞ്ഞ. അപ്പോൾ ഒരാൾ തിരിച്ച് നമ്മൾ വണ്ടി കയറാൻ, സ്വാമി അതൊരു ബേജാറായല്ലോ സ്വാമി പറഞ്ഞ് കേട്ടിട്ട്. ഞാൻ പറഞ്ഞു, നിങ്ങൾ 5 വിചാരിച്ചോളൂ. ഏത് മനസ്സിലായില്ല? 6 ക്യാൻസറാന്ന് കേട്ടപ്പോൾ ഞാൻ ബേജാറായി സ്വാമീൻ്റെ കേട്ടിട്ട്. നിങ്ങളെന്തിനാ 5 ഞങ്ങൾക്ക് ചിന്തിച്ചൂടാ? എന്തിനാ 1 ചിന്തിക്കുന്നത്? ഇതൊരു വസ്തുതയാണ്. ഞാൻ വേറൊന്നും പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് സാധിക്കുന്ന സ്ഥലത്ത് പച്ചക്കറി ഉണ്ടാക്കണമെന്നേ പറഞ്ഞിട്ടുള്ളൂ. വേറൊന്നും പറഞ്ഞിട്ടില്ല. സ്വാമിക്കത് പറയാനുള്ള അധികാരം ഉണ്ടോയെന്ന് വെച്ചാൽ സത്യസന്ധമായിട്ട് എനിക്ക് അധികാരമില്ല. കാരണം ഞാൻ ഉണ്ടാക്കണില്ല എന്ന് മാത്രമല്ല, നമ്മൾ ജീവിക്കുന്ന സാഹചര്യത്തിൽ എല്ലാ ചാപ്പട്ടരാവന്മാരും കൂടി ഒരൊറ്റ സാധനം കടയിൽ നിന്ന് വാങ്ങാതെ ഉണ്ടാക്കാനുള്ള ശേഷിയുണ്ട്. അത്ര അധികം ആൾക്കാരുണ്ട്. പക്ഷെ അവിടെ ഉണ്ടാക്കണില്ല. നന്നായിട്ട് പീടിയെന്ന് ലിസ്റ്റ് അനുസരിച്ച് വാങ്ങുക ചെയ്യണം. സത്യം പറയണതിന് നാണക്കേട് ഉണ്ടെങ്കിലും നാണോ മാനോ ഇല്ലാത്തവർക്ക് എന്തും പറയാലോ. അതാണ് സത്യം. ഭൂമി പോലും വേണ്ട പച്ചക്കറി ഉണ്ടാക്കാൻ. ഭൂമി വേണ്ട. അത് സ്വാമി ടെറസിൻ്റെ മുകളിലുള്ള കൃഷിയാണോ? ടെറസിൻ്റെ മുകളിലൊന്നും വേണ്ട. ഒന്നും വേണ്ട. അല്ലാണ്ട് നമുക്ക് ഒന്ന് ഡിസൈൻ ചെയ്ത് കുറേ കൊട്ടകൾ ഉണ്ടാക്കി അതിൽ നമുക്ക് കൃഷി ചെയ്യാം. ഒരു 10-15-16 എണ്ണമൊക്കെ ഒറ്റ സ്തംഭത്തിൽ ഇങ്ങനെ ഒരു പൈപ്പിന് 4 വീതം ആംഗ്ലർ വെച്ച് കൊളുത്ത് വെച്ച് സുഖമായിട്ടുണ്ടാക്കാം. ഒരു 1/2 ഏക്കറിൽ പച്ചക്കറി ഉണ്ടാക്കിയ സുഖമായിട്ട് വിറ്റ് 1000-കണക്കിന് ഉറുപ്പിക മാസത്തിലുണ്ടാക്കാം. അപ്പോൾ നമുക്ക് സാധിക്കിച്ചാലൊക്കെ ഉണ്ട്. അതൊന്നും ഉദ്ബോധിപ്പിച്ചതാണ് ജനങ്ങളെ. നിങ്ങൾക്ക് സാധിക്കും. അപ്പോൾ ഈ കൊല്ലം നമ്മൾ ഈ സ്വാമിമാർക്ക് ഈ ശബരിമല തീർത്ഥയാത്രികർക്ക് വേണ്ടി ഒരുക്കുന്ന ഈ അന്നദാനം അടുത്ത കൊല്ലം നമുക്ക് പ്രതിജ്ഞ ചെയ്യണം. ഒരൊറ്റ കടയിൽ നിന്ന് വാങ്ങില്ല, എല്ലാം ഈ നാട്ടിൽ ഉണ്ടാക്കിയിട്ട് കൊടുക്കുന്ന പ്രതിജ്ഞ ചെയ്യണമെന്ന് പറയിപ്പിച്ചത്. അത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ ഇവിടെ പറയിപ്പിക്കുമെന്നാലും പേടിക്കണ്ട. അത് നാളെ വരാതിരിക്കണ്ട. പറഞ്ഞു മാത്രം. അപ്പം ഇയാൾ കയറി പിടിച്ചത് 6 ക്യാൻസറാന്ന് പറഞ്ഞപ്പോൾ 1 ഞാനാവുമെന്നാണ് ഇയാളുടെ പേടി. നിങ്ങൾക്ക് എന്താ 5 ഞാൻ ചിന്തിച്ചാൽ? ഓ, അങ്ങനെ ചിന്തിക്കാമല്ലേ? സമാധാനമായി. ഓട്ടോട്ടുവാ. ശരി, ഇത്രയേ ഉള്ളൂ. അപ്പോൾ നോക്കൂ, ഈ അവിദ്യയാൽ വസ്തുസ്വരൂപം മറയ്ക്കപ്പെട്ട് പോരാ, എവിടെ മറയ്ക്കപ്പെട്ടോ അവിടെ ഉടനെ വിക്ഷേപം വന്ന് നമ്മൾ എന്തൊക്കെയായി നമ്മളെ കരുതുന്നു. ഞാൻ രോഗിയാണ്, ഞാൻ നിരോഗിയാണ്, ഞാൻ വെളുത്തിട്ടാണ്, ഞാൻ കറുത്തിട്ടാണ്. ആണോ? ഞാൻ വെളുത്തിട്ടാ, ഞാൻ കറുത്തിട്ടാ. ഇവിടെ നമ്മളെ നാട്ടിലൊരാൾ ഞാൻ വെളുത്തിട്ടാന്ന് പറഞ്ഞു വിചാരിച്ചോളൂ. നമ്മളെ ഭാരതത്തിലൊരാൾ ഞാൻ വെളുത്തിട്ടാണെന്ന് പറഞ്ഞു. അയാൾ അമേരിക്കയിൽ പോയി, അല്ലെങ്കിൽ വേണ്ടില്ല കാനഡയിൽ പോയി. അവർ നിങ്ങളെ വെളുത്തായിട്ട് കൂട്ടുമോ? വെളുത്താളാന്ന് കൂട്ടും. ഇവിടുത്തെ വെളുത്താൾ അവിടെ വെളുത്തായിട്ട് പറയുമോ? ഇല്ല. അപ്പോൾ ഏതാ ശരി? ഇവിടെ വെളുത്തതാണെന്നാണോ ശരി, അല്ല അവിടെ ബ്രൗൺ ആണെന്നുള്ളതാണോ ശരി? ഏതാ? ഇവിടെ ആവുമ്പോൾ ഇവിടെ, അവിടെ ആവുമ്പോൾ അവിടെ. അത്രയേ ഉള്ളൂ. ഇതാണ് മനസ്സിലാക്കിയ പ്രശ്നം തീർന്നു. ചിന്തിക്കുക. അപ്പോൾ ഇങ്ങനെ മറിഞ്ഞിട്ട് ഞാൻ എന്തൊക്കെയായി തീരുന്നു? അവിദ്യയാൽ ആലോചനാ വിഷയമായത് തൻ്റെ കാര്യജാലത്തോട് മറകിൽ. ഈ അവിദ്യ ആലോചനാ വിഷയമായി എന്ന് വെക്കുക. സാധാരണഗതിയിൽ ആലോചനാ വിഷയമാവാറില്ല. എന്താണോ നമ്മൾ പ്രത്യക്ഷമായിട്ട് അറിയുന്നത് അതിലങ്ങോട്ട് കഴിഞ്ഞു കൂടുക ചെയ്യുന്നത് പൊതുവെ. അതിൽ നമ്മൾ സംതൃപ്തരാ. പിന്നെന്തിനാ വേറെ അന്വേഷിക്കുന്നത്? ഇല്ലേ? ഇപ്പോഴത്തെ അനുഭവത്തിൽ നമ്മൾ സംതൃപ്തരാ. പിന്നെ അതിനപ്പുറത്തേക്ക് അന്വേഷിക്കില്ലല്ലോ. ഈ കാണുന്നതൊക്കെ ശരിയാ. കറുപ്പെന്ന് പറഞ്ഞാൽ കറുപ്പ് തന്നെയാണ്, നീല എന്ന് പറഞ്ഞാൽ നീല തന്നെയാണ്. നമ്മൾ ഉറച്ചിരിക്കുക. ശരിയല്ലേ?
എന്താ സ്വാമി, നീല എന്ന് പറഞ്ഞാൽ നീല തന്നെയല്ലേ? ആണോ? എൻ്റെ അഭിപ്രായം വലിയ പ്രശ്നമാണ്. ഇപ്പോൾ പണ്ട് കുറേ കൊല്ലങ്ങൾക്ക് മുമ്പൊക്കെ നമ്മൾ പറയാറുണ്ട്, ഈ ലോകത്തിലുള്ള സമസ്ത വർണ്ണങ്ങളും 7 വർണ്ണങ്ങൾ ചേർന്നതാണ് ഇല്ലേ? പറയാറുണ്ട് 7 വർണ്ണങ്ങൾ ചേർന്നാൽ ഈ ലോകത്തിലെ സമസ്ത വർണ്ണങ്ങളും ഉണ്ടാക്കാം നമ്മൾ പറയാറുണ്ട്. ശരിയാണ്. 7 വർണ്ണങ്ങൾ പല അനുപാതത്തിൽ ചേർത്താൽ ലോകത്തിലെ സമസ്ത വർണ്ണങ്ങളും ഉണ്ടാക്കാം. ശരിയാണ്. പക്ഷെ ഇന്നിപ്പോൾ നമ്മൾ പറയില്ല. ഇന്ന് 3 വർണ്ണങ്ങളാ. 3 വർണ്ണങ്ങൾ വ്യത്യസ്ത അനുപാതങ്ങളിൽ ചേർത്താൽ ഈ ലോകത്തിലെ സകല വർണ്ണങ്ങളും ഉണ്ടാക്കാം. ശരിയാണോ അല്ലയോ? പറഞ്ഞാൽ അത് തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാം. 3 പിഗ്മെൻസേ ഉള്ളൂ. അത് വ്യത്യസ്ത അനുപാതത്തിൽ കമ്പ്യൂട്ടറിൽ വെച്ചിട്ട് ചേർത്തിട്ടാണ് എല്ലാ വർണ്ണഭേദങ്ങളും ഇന്നുണ്ടാക്കണം. കളർ പ്രിൻ്റർ എന്ന് പറഞ്ഞ് ഞാൻ വാങ്ങിയപ്പോൾ അതിൽ 3 മഷിയേ ഉള്ളൂ. ഏത് കളറും അടിക്കും. പെയിൻറ്റ് കടയിൽ 3 കളറ്, അത് കമ്പ്യൂട്ടറിൽ വെച്ച് ഏത് കളറും ആക്കും. എന്തൊക്കെ കളറാണ്, ഓരോരോ വീടിൻ്റെയൊക്കെ കളർ എന്താണെന്ന് മനസ്സിലാവില്ല നമുക്ക്. അപ്പോൾ ഒരാൾ നീല എടുത്തിട്ട് ഇത് നീല തന്നെയാന്ന് പറഞ്ഞാൽ ഇതെങ്ങനെയുള്ള നീല ആയടേ? അതിൻ്റെ ഭാഗങ്ങളായി ഞാൻ പിരിച്ചു കാണിച്ചു തരാം. അതേ ചേർത്ത് വേറെ അനുപാതത്തിൽ ചേർത്തപ്പോഴാണ് പച്ചയായത്. ചിന്തിച്ചു നോക്കൂ. എല്ലാ വർണ്ണഭേദങ്ങളുമായി തീർന്നത് ഈ 3 ശാസ്ത്രം ഇനിയും മുന്നോട്ട് പോകുമ്പോൾ എന്തൊക്കെയാണ് കണ്ടുപിടിക്കുക എന്നറിയില്ല. ഇപ്പം എന്തായാലും നമുക്ക് 3 നിൽക്കാം. സത്വരജസ്തമോ ഗുണങ്ങളാൽ സമസ്തവും ആവിർഭവിക്കുന്നു എന്ന് വേദവും സാഖ്യം വേദാന്തം എല്ലാവരും പറഞ്ഞു തന്നു. 3 ഈ 3ൻ്റെ ചേർച്ച കൊണ്ട് എല്ലാ പ്രപഞ്ചവും. ആ 3 ആ ഉ മ. അപ്പോൾ കണ്ട രൂപങ്ങളിൽ നമ്മൾ സംതൃപ്തരാണ്. അതുകൊണ്ട് നമ്മൾ അതിനപ്പുറത്തേക്ക് അന്വേഷിക്കുക പതിവില്ല. എന്ന് അന്വേഷിച്ചാൽ ഇപ്പം ഞാൻ മനസ്സിലാക്കിയതിനപ്പുറത്ത് ചില സത്യങ്ങളുണ്ട് എന്ന് മനസ്സിലാവും. ഇതിനപ്പുറത്ത് ചില സത്യങ്ങളുണ്ട്. അതെന്താണ്? അവിടെ സൂക്ഷ്മമായ വിചാര പദ്ധതിയിലേക്ക് പോകും. ആ വിചാര പദ്ധതിയിൽ മുന്നോട്ട് പോകുമ്പോൾ ഗുരുവിൻ്റെ ശാസ്ത്രത്തിൻ്റെ സഹായം വേണ്ടി വരും. അങ്ങനെ പോകുമ്പോൾ ഇന്നലെ കണ്ട ചിത്രമേ മാറി ഇന്നത്തെ ചിത്രം. പക്ഷേ ആയിരക്കണക്കിന് മനുഷ്യന്മാരിൽ ഒരാളെ ഇങ്ങനെയൊക്കെ അന്വേഷിക്കാൻ പോവാറുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ കണ്ടതിൽ തന്നെ തൃപ്തരാണ്. തൻ്റെ ചുറ്റും അനുഭൂതമാകുന്ന പ്രപഞ്ചത്തിൽ തൃപ്തരാണ്. ഇവിടെ വേറൊന്നും കൂടി പറയാട്ടോ, അവരെ പറഞ്ഞിളക്കി അതൃപ്തി ഉണ്ടാക്കുമൊന്നും വേണ്ടേ. ഒരാൾ സന്തോഷമായിട്ട് ഈ ലോകത്ത് ജീവിക്കുന്നുണ്ടെന്ന് വിചാരിക്കുക. ഒരാൾ സന്തോഷമായിട്ട് ഈ ലോകത്തിൽ ജീവിക്കുന്നുണ്ടെന്ന് വിചാരിക്കുക. ഉണ്ടെങ്കിൽ അയാളോട് പറഞ്ഞിട്ട് ഇതൊന്നും അല്ല സത്യം കേട്ടോ, നീ ഇങ്ങനെ സന്തോഷിക്കൊന്നും വേണ്ട, ഇതിനപ്പുറത്തൊരു പരമസത്യമുണ്ട്, നീ അത് അന്വേഷിക്കണം, എന്നാലേ നിനക്ക് ആത്യന്തികമായ സത്യത്തിൽ എത്തിച്ചേരാൻ പറ്റൂ എന്നൊന്നും പറഞ്ഞ് ഇളക്കണ്ട. ഈ ലോകത്തിൽ ഒരാളെങ്കിലും സന്തോഷത്തോടുകൂടി കഴിയുന്നുണ്ടെങ്കിൽ അത് കണ്ടിട്ട് സന്തോഷിക്കാനുള്ളൊരു കഴിവ് നമുക്കുണ്ടാവുക. അയാളോട് പോയി വേദാന്തം ഉപദേശിക്കാൻ പോവരുത്. പ്രത്യേകം പറയുകയാണ്, ശ്രദ്ധിക്കുക. കാരണം ഈ വേദാന്തം കുറച്ച് പഠിച്ച ആൾക്കാർക്കൊരു രോഗം വരും. എന്താ രോഗം? എല്ലാവരോടും കയറി ഉപദേശിക്കാൻ തുടങ്ങും. അയ്യോ രക്ഷയില്ല, ഉപദേശികളെ കൊണ്ട് നാട്ടിലൊന്നും വൃത്തിയില്ല. പാടില്ല. അയാൾ സന്തോഷിച്ച് അത് കാണുമ്പോൾ ഒരു സന്തോഷമല്ലേ? എന്താ അഭിപ്രായം? സന്തോഷമുള്ള ഒരാളെ കാണുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ? അതെ. അയാളെ വഴിക്ക് വിട്ടേക്കുക, അയാളുടെ ഉപകരണങ്ങൾ. എന്നാൽ ആരെങ്കിലും ഇതിനപ്പുറത്ത് എന്താണ് സത്യമെന്ന് അന്വേഷിച്ച് വന്നാൽ മെല്ലെ പറഞ്ഞു കൊടുത്തോളൂ, രഹസ്യമായിട്ട്. അത് ശ്രദ്ധിക്കുക. അതുകൊണ്ട് ആലോചനാ വിഷയമായാൽ അയാൾ മാത്രം തൻ്റെ കാര്യജാലത്തോട് കൂടി ഇത് മറയും. ഇത് മറയുമെന്ന് പറഞ്ഞാൽ അവിദ്യ മറയും. എന്തിനോട് കൂടെ മറയും? കാര്യജാലത്തോടു കൂടെ. അവിദ്യയുടെ കാര്യങ്ങൾ, ഈ സംസാരം മുഴുവൻ അവിദ്യാ കാര്യമാണ്. അവിദ്യ കാരണം, സംസാരം കാര്യം. നമ്മൾ പലപ്പോഴും ഇന്നത്തെ ഈ ഭാഷാപ്രയോഗങ്ങളിൽ വളരെ തെറ്റ് വരുത്തുന്ന ഒരു പദമാണ്, മലയാളികൾ ഏറ്റവും തെറ്റ് വരുത്തുന്ന 2 പദങ്ങളാണ് കാരണം, കാര്യം എന്നിവ. നമ്മളെങ്കിലും ശുദ്ധമായി ശീലിക്കണം. ചിലർ, മിക്കവാറും പേര്, ഇവിടെ ഇരിക്കുന്നവരെ കുറിച്ചല്ല പറയണത്, ഈ പൊതുവെ മലയാളികൾ ഇന്ന് ഈ കാരണം എന്നുള്ളിടത്ത് കാര്യം എന്ന് പ്രയോഗിക്കും. ഞാൻ അവിടെ പോകാനുള്ള കാര്യം
എന്താണെന്നറിയോ? ഞാനവിടെ പോകാനുള്ള കാര്യം എന്താണെന്നറിയോ? തെറ്റാണോ ശരിയാണോ? തെറ്റാണ്. ഞാനവിടെ പോകാനുള്ള കാരണം എന്താണെന്നാണ് ചോദിക്കേണ്ടത്. ഞാനവിടെ പോയതിൻ്റെ കാര്യം അത് ശരിയാണ്. ഞാനവിടെ പോയതിൻ്റെ കാര്യം എന്നുള്ള പ്രയോഗം ശരിയാണ്. പോയതുകൊണ്ട് ഉണ്ടായ കാര്യം പലപ്പോഴും തെറ്റിക്കുന്നതാണ്. അതുകൊണ്ട് കാര്യം കാരണം എന്നുള്ള ശബ്ദം നമ്മൾ ശരിക്കേ പ്രയോഗിക്കാൻ പാടുള്ളൂ. ഇതുപോലെ തന്നെ മലയാളികൾ ഏറ്റവും അധികം ഈ കർമ്മണി പ്രയോഗം തെറ്റിക്കും. എന്താ കർമ്മണി പ്രയോഗം ചെയ്താൽ എന്തോ ഒരു പത്രാസാന്നാ വിചാരം, എന്നിട്ട് മുഴുവൻ തെറ്റിച്ചു പറയും. ചിന്തിക്കണം എന്നുള്ളതിന് ചിന്തിക്കപ്പെടണം എന്നൊരു അർത്ഥം മാറിപ്പോയി, നേരെ അർത്ഥം മാറി. സാന്ദർഭികമായി പറഞ്ഞെന്ന് മാത്രം, ഭാഷ ശുദ്ധമായി പ്രയോഗിക്കണം എന്നുള്ളത് കൊണ്ട് പറഞ്ഞു എന്ന് മാത്രം. ഇവിടെ ശുദ്ധ പ്രയോഗം അത് കാര്യജാലത്തോടുകൂടെ അവിദ്യയാകുന്ന കാരണം അതിൻ്റെ കാര്യത്തോടുകൂടെ വിലയിക്കുന്നു. ഏതുപോലെ നേരത്തെ നമ്മൾ പറഞ്ഞ ദൃഷ്ടാന്തത്തിൽ മന്ദപ്രകാശത്തിലാണ് കയറിനെ പാമ്പായി കണ്ടത്, അഥവാ വാഴയിലയെ പിശാചായി കണ്ടത്. അപ്പം അവിടെ പ്രകാശം പ്രമാണ പരീക്ഷ വന്നപ്പോൾ, പ്രകാശം വന്നപ്പോൾ എന്തായി? പിശാചി പോയി. അപ്പം നമുക്കെന്ത് പറയാം? ഇരുട്ട് അതിൻ്റെ കാര്യത്തോടു കൂടെ പോയി എന്ന് പറയാം. അതിൻ്റെ കാര്യമാണ് പിശാച്, നേരത്തെ കാര്യമാണ് പാമ്പ്. അപ്പം പാമ്പാകുന്ന കാര്യത്തോടുകൂടി അജ്ഞാനം പോയി. വ്യക്തമാണല്ലോ? അപ്പം അവിദ്യ, അജ്ഞാനം, അതിൻ്റെ ആവരണ വിക്ഷേപങ്ങളാകുന്ന ശക്തികൾ അത് സൃഷ്ടിച്ച കാര്യത്തോടു കൂടെ പോയി. എപ്പോ? ആലോചനാ വിഷയമാകിൽ. ഇത് ആലോചനയ്ക്ക് വിഷയമായപ്പോൾ അവിദ്യ തൻ്റെ കാര്യജാലത്തോട് മറകിൽ പിന്നെ എന്തില്ല? നുര ഇല്ല. പിന്നെ എന്തില്ല? ആട ഇല്ല. ഇവിടെ പറഞ്ഞ ദൃഷ്ടാന്താ പറയണത്. നൂലിൽ നിന്ന് ഭിന്നമായി ആടയോ വെള്ളത്തിൽ നിന്ന് ഭിന്നമായി നുരയോ ഇല്ല. പിന്നെന്താ ഉള്ളത്? ഉള്ളത് അറിവൊന്നു മാത്രം, കേവലമായ ബോധം, കേവലമായ ജ്ഞാനം. അതിനെ സത്തെന്ന് പറഞ്ഞോളൂ, ചിത്തെന്ന് പറഞ്ഞോളൂ, ആനന്ദെന്ന് പറഞ്ഞോളൂ. ആ അടിസ്ഥാനമായ സത്ത മാത്രമേ ഉള്ളൂ. അതിൽ അധ്യസിക്കപ്പെട്ട എല്ലാം പോയി. നാളെ രസകരമായൊരു പത്ര റിപ്പോർട്ടുകൾ കണ്ടിരുന്നു, കുറേ ശ്രേണിയായിട്ട്. നിങ്ങൾ എത്ര പേരത് വായിച്ചു എന്നോ വായിച്ചവരെത്ര ശ്രദ്ധിച്ചു എന്നോ അറിയില്ല. അതാദ്യം പിന്നെ വളരെ കൊട്ടിഘോഷിച്ച് നാട് മുഴുവൻ ചർച്ച ചെയ്ത വിഷയമാണ്. റഷ്യൻ പ്രസിഡന്റ് അമേരിക്കയിൽ പോകുന്നു, അവർ കൂടി ചർച്ച ചെയ്യും. അപ്പോൾ അലാസ്ക സ്റ്റേറ്റിൽ ആണ് ഇരുന്ന് ചർച്ച. ഇത് കഴിഞ്ഞ പിറ്റേന്ന് തന്നെ എത്രയോ അമേരിക്കൻ പത്രങ്ങളിൽ, എൻ്റെ ഭഗവാനെ, 2 പേജ് 3 പേജ് വാർത്തകൾ. എന്താണ്? ഇദ്ദേഹത്തിൻ്റെ പിന്നെ മലം മൂത്രമൊക്കെ അവരുടെ ഉദ്യോഗസ്ഥന്മാർ പാക്ക് ചെയ്ത് കൊണ്ടുപോയതാണ് ഈ റഷ്യൻ പ്രസിഡൻറ്റിൻ്റെ. ഒന്നും അവിടെ ഇല്ല. അപ്പം ഇത് എടുക്കാൻ തക്കോണമുള്ള സെറ്റപ്പ് അവിടെ ഉണ്ടാക്കി വെച്ചത്. നോക്കണേ ഓരോരുത്തരുടെ ബുദ്ധി. ഇത് ക്ലോസറ്റിൽ നിന്ന് ടാങ്കിലേക്ക് പോകാതെ എവർക്ക് പരീക്ഷണത്തിനും പഠനത്തിനും വേണ്ടി ഈ മലം ചെല്ലാവുന്ന രീതിയിലാണ് അവിടെ സംവിധാനം ചെയ്തത്. പക്ഷെ അവർക്കൊന്നും കിട്ടിയില്ല. അപ്പോൾ അവരെന്ത് നിഗമനത്തിലെത്തി? അമേരിക്കക്കാർ നിഗമനത്തിലെത്തി ഇയാളുടേത് മുഴുവൻ പാക്ക് ചെയ്ത് ഉദ്യോഗസ്ഥന്മാർ കൊണ്ടുപോയിട്ടുണ്ട്. ഇത് അസത്യം പറയുന്നതല്ല. നിങ്ങൾ എത്ര പേര് വായിച്ചു എന്ന് എനിക്കറിയില്ല. വലിയ ചർച്ച, പേജുകളുള്ള ചർച്ചയാണ്, പേജുകളുള്ള ചർച്ച. അത് കഴിഞ്ഞിട്ട് 3 ദിവസം കഴിഞ്ഞപ്പോൾ വേറെ റിപ്പോർട്ട്, ഈ വന്നത് പുടിൻ തന്നെയാണോ? കഴിഞ്ഞില്ല. അപ്പം അതുവരെയുള്ള ചർച്ച മുഴുവൻ പോയില്ലേ? പുടിൻ അല്ല എന്നാണ് ഭൂരിഭാഗം പേരുടെയും അഭിപ്രായം. കാരണം പുടിന് 5 അപരന്മാരുണ്ട്. ആരാ വന്നതെന്നറിയില്ല. ഇന്ദിരാഗാന്ധിക്ക് ഉണ്ടായിരുന്നു അപര, ആരാന്നറിയില്ല ഇപ്പോഴോ. അപ്പം അതുവരെയുള്ള ചർച്ചയൊക്കെ എന്തായി? എത്ര പേജസാണ് എഴുതി തള്ളിയത്. ഇത് ഈ പേജസ് പോട്ടെ, പത്രത്തിലല്ലേ, ഓൺലൈനിൽ എത്രയാ എഴുതിയത്. ആ ചർച്ച മുഴുവൻ പോയില്ലേ ഈ വന്നാൾ അയാളല്ലാന്ന് പറഞ്ഞാൽ. കാരണം പോയാൽ പിന്നെ കാര്യമുണ്ടോ? നമ്മളെ നേരമൊക്കെ എങ്ങനെയല്ലേ പോക്കണത്. ഇതാണ് ലോകം, ഇതാണ് സംസാരം. ഇതിൻ്റെ പല രൂപഭാവങ്ങൾ, ഇതിൻ്റെ പല വിവർത്തങ്ങൾ, ഇതാണ് മുഴുവൻ.
അപ്പം പിന്നെ എന്താ ഉള്ളത്? ഉള്ളത് ഒരിക്കലും നിഷേധിക്കാൻ പറ്റാത്ത ഒന്ന് മാത്രം. അത് സത്ത്, അത് ചിത്ത്, അത് ആനന്ദം. ജ്ഞാനിക്ക് സത്തുലക് ചിത്ത് സുഖസ്വരൂപമാനന്ദം എന്ന് നേരത്തെ പറഞ്ഞു. അത് തന്നെ ശ്രദ്ധിക്കുക. നോക്കൂ, നൂലാട തന്നിലുദകം നുര തന്നിലേവം ഹാലോകമാകെ മറയുന്നൊരവിദ്യയാലേ ആലോചന വിഷയമായിതു തൻ്റെ കാര്യജാലത്തോടും മറകിലുണ്ടറിവൊന്നു മാത്രം. എല്ലാ അവിദ്യാ കാര്യങ്ങളും പറഞ്ഞാൽ ഉള്ളതൊന്ന് മാത്രം. അപ്പം ആദ്യം അതന്നെയല്ലേ ഉള്ളൂ, അതന്നെ ഉള്ളൂ. ഇനിയും അത് തന്നെയല്ലേ ഉണ്ടാവുള്ളൂ, അത് തന്നെ ഉണ്ടാവുള്ളൂ. ആ ഒന്നിൽ മുറുകെ പിടിച്ചാൽ ഈ സംസാര ഭ്രമം പിന്നെ ഇല്ല. നോക്കൂ, അതാണ് അദ്വൈതം. ആ അദ്വൈതത്തെ ആവർത്തിച്ച് പറഞ്ഞ് ഉറപ്പിക്കുകയാണ് അദ്വൈത ദീപിക. ശ്രദ്ധിക്കുക. ആനന്ദമസ്തി അതു ഭാതി അതൊന്നു തന്നെ താനന്യമോർക്കിലതു നാസ്തി ന ഭാതി സർവം കാനൽ ജലം ഗഗന നീലമസത്യമഭ്രസൂനം നിനക്കിൽ ഗഗനം പരമാർത്ഥമാകും. ആനന്ദമസ്തി അതു ഭാതി അതൊന്നു തന്നെ താനന്യമോർക്കിലതു നാസ്തി ന ഭാതി സർവം കാനൽ ജലം ഗഗന നീലമസത്യമഭ്രസൂനം നിനക്കിൽ ഗഗനം പരമാർത്ഥമാകും. ആനന്ദം അസ്തി അതു ഭാതി അതൊന്നു തന്നെ താൻ അന്യമോർക്കിൽ നാസ്തി ന ഭാതി. നോക്കൂ, ആനന്ദമസ്തി അത് ഭാതി. നേരത്തെ നമ്മൾ ചിന്തിച്ചു, സത്ത് ചിത്ത് ആനന്ദം. ഈ ഭാവം അജ്ഞാനദശയിലും അനുഭൂതമാണെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ അറിയുന്നുണ്ടെന്ന് പറഞ്ഞു. ഞാനുണ്ട്. ഈ എന്താണ് ഉണ്മാന്ന് ഉപാധികളിൽ നിന്ന് വേർതിരിച്ച് മനസ്സിലാക്കിയിട്ടൊന്നുമില്ല. ഉപാധികളിൽ നിന്ന് വേർതിരിച്ച് മനസ്സിലാക്കിയിട്ടൊന്നുമില്ല. അത് ശരിയാ. എങ്കിലും ഉണ്ട് എന്നുള്ളതിൽ ആർക്കും സംശയമില്ലല്ലോ. ഇനി ഞാൻ എന്നെയാണ് ഏറ്റവും സ്നേഹിക്കുന്നത്, ഞാൻ ഒറ്റയ്ക്കാകുമ്പോൾ ആനന്ദമാണെന്നുള്ള ലിംഗങ്ങളെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ആനന്ദമാണെന്നുള്ളതും അറിയുന്നുണ്ട്. പിന്നെ ജാഗ്രസ്വപ്ന സുഷുപ്തികളാകുന്ന അവസ്ഥകളിലും ശൈശവ ബാല്യ കൗമാര യൗവന വാർദ്ധക്യാദി അവസ്ഥകളിലും ഞാൻ അറിയുന്നു എന്നുള്ളതും അറിയുന്നുണ്ട്. അപ്പോൾ അജ്ഞാനദശയിൽ പോലും ഈ അസ്ഥിഭാതി പ്രിയം എന്നുള്ളത് പ്രകാശിക്കുന്നുണ്ട്. അത് നേരത്തെ നമ്മൾ പറഞ്ഞു. അപ്പോൾ ആനന്ദമസ്തി, ആനന്ദമുണ്ട്. അത് ഭാതി, അത് തന്നെ പ്രകാശിക്കുന്നു. അതൊന്നു തന്നെ താൻ. ഇതാണ് ഞാൻ, ഇതാണ് എൻ്റെ സ്വരൂപം. ഇതാണ് നമ്മൾ മനസ്സിലാക്കണം. നമുക്ക് ഇത്രയും മനസ്സിലാക്കാനുള്ളൂ. വേദാന്തം ഇക്കണ്ട ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങളൊക്കെ പഠിച്ചിട്ട് ചെകഞ്ഞെടുത്താൽ ഇതേ മനസ്സിലാക്കാനുള്ളൂ. ഞാൻ സത്യമാണ്, ഞാൻ ചിത്താണ്, ഞാൻ ആനന്ദമാണ്. വേറൊന്നും മനസ്സിലാക്കാനില്ല. ഇതിനാണ് അപ്പം അത്രയും പഠിച്ചത്. ഇത്രയേ ഉള്ളൂ, വേറൊന്നുമില്ല. ഈ ഒരു ബോധം വരുന്നത് വരെ പല പല ഭാഷകളിലൂടെ ആചാര്യന്മാർ പറഞ്ഞു തരുന്നു, കേൾക്കുന്നു, അത്രയേ ഉള്ളൂ. പക്ഷെ ഒന്ന് സംകൃത് വിഭാഗം പ്രകാശിച്ചു കഴിഞ്ഞാൽ പിന്നെ സംശയമില്ല. നമ്മൾ ഓർമ്മിക്കുകയാണ്, ആശ്രമത്തിൽ എല്ലാ മാസവും അവസാന ഞായറാഴ്ച വേദാന്ത ക്ലാസ് ഉണ്ട്. എല്ലാ മാസവും ഒരു പരസ്യം പറഞ്ഞു കേട്ടോ, വരേണ്ടവർക്കൊക്കെ വരാം.
രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഉണ്ട്. അപ്പം സ്ഥിരമായി വന്നുകൊണ്ടിരുന്ന ഒരാൾ, സ്ഥിരമായിട്ട് ഒരു ക്ലാസ് മുടക്കാതെ വന്നുകൊണ്ടിരുന്ന ആളാണ്. വലിയ അദ്ദേഹം പോയി, കോവിഡ് സമയത്താണ് പോയത്. അപ്പം അതിന് തൊട്ട് മുമ്പ് ഒരു ക്ലാസ്സിൽ, അത് കഴിഞ്ഞ് പിന്നെ അദ്ദേഹം ക്ലാസ്സിന് വന്നിട്ടില്ല, ക്ലാസ് കുറേ കാലം ഉണ്ടായിട്ടുമില്ല. കോവിഡ് സമയത്ത് ക്ലാസ് ഉണ്ടായിട്ടില്ല. ഇയാൾ പൊട്ടെന്നൊരൊറ്റ വിളിച്ചു പറയൽ, കിട്ടിപ്പോയി. ഒച്ചത്തിൽ താനൊരു ക്ലാസ്സിലായിരിക്കണ, ചുറ്റും ഒരുപാട് ആൾക്കാരുണ്ട് എന്നുള്ള ചിന്തയൊന്നുമില്ല. കിട്ടിപ്പോയി. ഞാൻ ചോദിച്ചു എന്ത് കിട്ടിപ്പോയി? അല്ല എന്നെ കിട്ടിപ്പോയി. ഓ ശരി. ഏതായാലും പിന്നെ മുമ്പ് ക്ലാസ്സിൽ വന്നിട്ടും ഇല്ല, ക്ലാസ് ഉണ്ടായിട്ടും ഇല്ല കുറേ കാലത്തേക്ക്. അത് കഴിഞ്ഞ് രണ്ടാമതൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് മുമ്പിൽ പോവുകയും ചെയ്തു. ഞങ്ങളെല്ലാവരും അദ്ദേഹത്തെ മടിയെന്നായിരുന്നു വിളിക്കാറ്. മടിയൻ, ഞങ്ങളുടെ പേര് വേറെയാണ്, ഞങ്ങൾ അദ്ദേഹത്തെ മടിയെന്നാണ് വിളിക്കാറില്ല. കോഴിക്കോട് മിക്കവാറും പേർക്ക് പറഞ്ഞാൽ തന്നെ അദ്ദേഹത്തിന് മനസ്സിലാവും. ഇങ്ങനെ കാറ്റത്ത് നടക്കണ പോലെ ഇങ്ങനെ നടക്കുവാ. നമ്മുടെ തളി ഭാഗത്തുണ്ടാവും, അല്ലെങ്കിൽ നമ്മളെ എന്താ പറയേണ്ടത്, എരഞ്ഞിപ്പാലത്ത് നിന്നിങ്ങോട്ട് ഹരിയടത്ത് പാലം അതുവരെയുള്ള ആ റോഡിൽ കൂടെ ഉണ്ടാവും. അയാൾ മോളുടെ ചോളിൽ കൈ കൊണ്ടിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ടാവും, മോളും അച്ഛനും കൂടി. അയാളാ പറഞ്ഞത്, ഈ പഴഞ്ചൊല്ലിൽ പതിരില്ല എന്നൊന്നും പറയരുത്, പഴഞ്ചൊല്ലിൽ പതിരുണ്ട്. കാരണം മലയാളത്തിൽ പറഞ്ഞ മടിയൻ മല ചുമക്കുന്നാണ്. ഇത്ര വെട്ടിത്തരം വേറൊന്നില്ല. മല മടിയനെ ചുമക്കല്ലാതെ മടിയൻ ഒരിക്കലും മല ചുമക്കില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇങ്ങനെ ചില രസിക്കണ. അപ്പൊ ചുരുക്കി പറഞ്ഞ അത്രയേ ഉള്ളൂ, കിട്ടിപ്പോയി. എന്ത് കിട്ടി? എന്നെ കിട്ടിപ്പോയി കഴിഞ്ഞു. അത്രയേ ഉള്ളൂ വേദാന്തം, വേറൊന്നുമില്ല. ഇതെന്തോ വലിയതൊരു സംഭവമാണെന്ന് വിചാരിക്കുന്നിടത്താണ് ഈ പ്രശ്നം വരുന്നത്. എന്താണ് തൻ്റെ സ്വരൂപം എന്നുള്ള തിരിച്ചറിവ് വരെ മാത്രമേ വേദാന്തമുള്ളൂ. തന്നെയാണ് അനുഭവമുള്ളപ്പോൾ പറഞ്ഞത്. അയാൾ വേറൊരാളുടെ അനുഭവം അല്ലല്ലോ പറഞ്ഞത്, അയാളുടെ അനുഭവം അല്ലേ പറഞ്ഞത്. അയാളുടെ അറിവല്ലേ അയാൾ വിളിച്ചു പറഞ്ഞത്. അതിലിപ്പോൾ നമ്മളെന്തിനാ സംശയിക്കണേ? ഈ മനസ്സിലാവൂല ഈ അനുഭവിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? അനുഭവിക്കുക എന്ന് പറഞ്ഞാൽ സംശയരഹിതമായിട്ട് ബോധിക്കുകയല്ലേ. അതാണ് വേറെന്താ അനുഭവിക്കുക എന്ന് പറഞ്ഞാൽ. ഞാൻ എന്നിൽ നിന്ന് ഭിന്നമായ പഞ്ചസാരയെ, അല്ലെങ്കിൽ ഞാൻ എന്നിൽ നിന്ന് ഭിന്നമായ ശർക്കരയെ, അതിൻ്റെ മധുരത്തെ അനുഭവിച്ചു എന്ന് പറയുന്നത് പോലെ എന്നിൽ നിന്ന് ഭിന്നമായ ആത്മാവിനെയാണോ ഞാൻ അനുഭവിക്കുന്നത്? അല്ലല്ലോ. അപ്പം അറിയുന്നല്ലേ അനുഭവം. സുദൃഢമായ അറിവാണ്, സംശയരഹിതമായ അറിവാണ് അനുഭവം. ഉണ്ടോ? അത് ചോദിക്കുക, ചിന്തിക്കുക. ചിന്തിച്ചാൽ പിടി കിട്ടും. അവിടെ യഥാർത്ഥ ജ്ഞാനം, അയഥാർത്ഥ ജ്ഞാനം എന്നൊക്കെ ജ്ഞാനത്തെ തന്നെ വിഭജിക്കുന്നത് നമ്മൾ ശ്രദ്ധിക്കണം. പ്രമാണാന്തരങ്ങളെ കൊണ്ട് ബാധിക്കപ്പെടാത്ത അറിവാണ് യഥാർത്ഥ ജ്ഞാനം. പ്രമാണാന്തരങ്ങളെ കൊണ്ട് ബാധിക്കപ്പെടുമെങ്കിൽ അത് യഥാർത്ഥ ജ്ഞാനം അല്ല, അത് ഭ്രമജ്ഞാനമാണ്. ഇതൊക്കെ ചിന്തിക്കേണ്ടതാണ്. ഏതായാലും കൊള്ളാം. കഷ്ണ കടലാസിൽ കുറിച്ച് വയ്ക്കുക. അപ്പോൾ ഓർക്കിൽ എന്താണ്? ആനന്ദമസ്തി. ആനന്ദമസ്തി, അത് ഭാതി, അത് പ്രകാശിക്കുന്നു. അപ്പോൾ ഉണ്ട്, പ്രകാശിക്കുന്നു. ഉള്ളതേ പ്രകാശിക്കൂ. പ്രകാശിക്കുന്നതിനാസ്പദമായി ഉണ്മയുണ്ട്. അതെന്താണ്? അത് ആനന്ദമാണ്. ഇത്രയും ഉറച്ചു. ഒന്നുകൂടി പറയാം. ഉള്ളതാണ് പ്രകാശിക്കുന്നത്, പ്രകാശിക്കുന്നുണ്ടെങ്കിലുണ്ട്. അതെന്താണ്? അത് ആനന്ദമാണ്. നമ്മുടെ എല്ലാ സ്വരൂപാനന്ദമാണ്. നമ്മുടെ എല്ലാവരുടെയും സ്വരൂപാനന്ദമാണ്. എന്താ സ്വാമി, എൻ്റെ ദുഃഖം എനിക്കേ അറിയുള്ളൂ. എന്തൊക്കെ ദുഃഖങ്ങളാണ് എനിക്കുള്ളത്, എന്തൊക്കെ പ്രയാസങ്ങൾ, ക്ലേശങ്ങൾ എനിക്കുണ്ട്. അപ്പം ഞാൻ ആനന്ദമാണെന്ന് പറഞ്ഞാൽ ശരിയാവുമോ? ചോദ്യം. എന്ത് ക്ലേശം ഉണ്ടെന്ന് പറഞ്ഞാലും അതൊക്കെ സൂര്യനെ മറയ്ക്കുന്ന മേഘങ്ങളെപ്പോലെ മാത്രമാണ്. സ്വരൂപം ആനന്ദ സ്വരൂപമാണ് നമ്മുടേതൊക്കെ. അതുകൊണ്ടാണല്ലോ നാം നമ്മെ ഏറ്റവും അധികം പ്രേമിക്കുന്നത്. അതുകൊണ്ടാണല്ലോ തനിക്ക് കലർപ്പില്ലാത്ത സന്ദർഭത്തിൽ താൻ ആനന്ദ സ്ഫുരണം അനുഭവിക്കുന്നത്. കലർപ്പില്ലാതെ താൻ ഒറ്റയ്ക്കിരിക്കുന്ന സമയത്ത് സുഷുപ്തിയിൽ ആനന്ദ സ്ഫുരണം ഉണ്ടാവുന്നുണ്ട്. പൂർണ്ണാനന്ദാനുഭൂതി എന്നൊന്നും അവിടെ പറയുന്നില്ല കേട്ടോ. കാരണം അവിടെ അജ്ഞാന ശരീരം ശേഷിക്കുന്നത് കൊണ്ടാണ് അങ്ങനെ പറയുന്നത്. എങ്കിലും ആനന്ദ സ്ഫുരണം ഉണ്ടാവുന്നുണ്ട്.
അപ്പോൾ ആനന്ദമസ്തി അത് ഭാതി, അതൊന്നു തന്നെ താൻ, ഇതാണ് താൻ, ഇതാണ് ഉറപ്പിക്കുക. അപ്പം ചോദ്യം ചിലർ ചോദിക്കും, ഇത് സ്വാമി ഇത് അറിയാതെ ഇത് അനുഭവിക്കാതെ ഇതാണ് ഉറപ്പിക്കണം എന്തിനാ ചോദ്യം? അതൊരു വിഡ്ഢിത്തല്ലേ? ഞാൻ അറിയാതെ ഞാൻ അനുഭവിക്കാതെ ഉറപ്പിക്കണം. ഇപ്പം എന്തൊക്കെയാണെന്ന് ഉറപ്പിച്ചു? ഇതൊക്കെ അറിഞ്ഞിട്ടാ ഉറപ്പിച്ചേ ആണോ? ഇത്രയും കാലം ഞാൻ ആണാണ്, ഞാൻ പെണ്ണാണ്, ഞാൻ കറുത്തിട്ടാണ്, ഞാൻ വെളുത്തിട്ടാണ്, ഞാൻ തടിച്ചിട്ടാണ്, ഞാൻ മെലിഞ്ഞിട്ടാണെന്നൊക്കെ ഉറപ്പിച്ചില്ലേ? ഉറപ്പിച്ചു. ഇപ്പോൾ ഒരു വീട്ടിൽ ഒരാളൊരു ഗുണ്ടുവാന്ന് വിചാരിച്ചോളൂ, വലിയ, അപ്പോൾ ഞാൻ തടിച്ചിട്ടാന്ന്. എന്തോ തടിയാ കുട്ടിക്ക്, അച്ഛൻ പറഞ്ഞു, അമ്മ പറഞ്ഞു, സഹോദരങ്ങൾ പറഞ്ഞു, ബന്ധുക്കൾ പറഞ്ഞു. അപ്പം ഞാൻ അങ്ങോട്ട് ഉറപ്പിച്ചു, എന്ത്, ഞാൻ വലിയ തടിമാടനാന്ന് ഉറപ്പിച്ചു. പിന്നെയാണ് ഞാൻ തടിയന്മാരുടെ കൂട്ടത്തിൽ പോയി നോക്കണത്. അവിടെ പോയപ്പോഴാണ് ഞാൻ മെലിഞ്ഞൊരാൾ. എന്തൊരു കഷ്ടം അത്. അതോരോന്നും 100-300 കിലോഗ്രാമുള്ള ആൾക്കാരാ. ഞാനൊരു 150 കിലോ അല്ലേ ഉള്ളൂ എന്നായി പിന്നെ ഇയാൾ ചിന്തിക്കണത്. അപ്പം അയാൾ മെലിഞ്ഞതാണെന്നാണോ തടിച്ചതാണെന്നാണോ ശരി? എന്താ ശരി? കഠോപനിഷത്തിലൊരു വാക്യമുണ്ട്, ബഹൂനാമേമി പ്രഥമോ ബഹൂനാമേമി മധ്യമ. ഞാൻ പലരുടെ കൂട്ടത്തിൽ ഒന്നാമനാണ്, പലരുടെ കൂട്ടത്തിൽ ഞാൻ രണ്ടാമനാണ്. അപ്പോൾ ഒന്നാമന്മാരുടെ കൂട്ടത്തിൽ ഞാൻ കൂടിയാൽ ചിലപ്പോൾ രണ്ടാമനാവും. അങ്ങനെ ഉണ്ടാവില്ലേ? ക്ലാസ്സിൽ ഒന്നാമൻ ആയി നിച്ചോളൂ. ക്ലാസ്സിൽ ഒന്നാമനായി അങ്ങനെ എല്ലാ ക്ലാസ്സിലും ഒന്നാമന്മാരെ തിരഞ്ഞെടുത്തൊരു ഗ്രൂപ്പ് ഉണ്ടാക്കിയപ്പോൾ അതിൽ ഞാൻ ചിലപ്പോൾ രണ്ടാമനോ മൂന്നാമനോ 10ാമനോ ഒക്കെ ആയിരിക്കും. ഇവിടെ വന്നപ്പോൾ ഞാൻ ഒന്നാമനാണ്. ഇതൊക്കെ ആപേക്ഷികമാണ്. അതുകൊണ്ട് ഇത്രയും മനസ്സിലാക്കാനുള്ളൂ, ഞാൻ മറ്റെന്താണെന്ന് പറഞ്ഞാലും അതൊക്കെ നിരസിക്കപ്പെടും. ഞാൻ സത്താണ്, ചിത്താണ്, ആനന്ദമാണെന്നറിഞ്ഞാൽ പിന്നെ അത് നിരസിക്കപ്പെടില്ല. ഇതൊന്ന് തന്നെ താൻ, ഇതാണ്ട് ഉറപ്പിക്കുക. നോക്കൂ, ആനന്ദമസ്തി അതുഭാതി അതൊന്നു തന്നെ താൻ, അന്യമോർക്കിൽ അതു നാസ്തി ന ഭാതി സർവം. അന്യമോർക്കിൽ, ഇതല്ല താൻ എന്നോർക്കിൽ. എന്ത്? താൻ ആനന്ദമല്ല, താൻ അസ്തിത്വമല്ല, താൻ ചിത് സ്വരൂപമല്ല എന്നാ ചിന്തിക്കണേച്ചാലോ ഒന്നുമില്ല, അങ്ങനെയൊന്നില്ല. നാസ്തി എന്നുള്ളതുണ്ടോ? ഇല്ല. നാസ്തി എന്നുള്ളതില്ല, ഇല്ല എന്നുള്ളതില്ല. അതുകൊണ്ട് ഞാൻ അസ്തി, ഞാൻ ഉള്ളതാണ്, ഞാൻ ചിത്താണ്, ഞാൻ ആനന്ദമാണ്, ഇതാണ് എൻ്റെ സ്വരൂപം. അത് ഉറപ്പിക്കുക. അന്യമോർക്കിൽ, ഇതിൽ നിന്ന് ഭിന്നമായതാണ് ഓർക്കുന്നതെങ്കിൽ നാസ്തി ന ഭാതി, ഒന്നും പ്രകാശിക്കുന്നുമില്ല, ഇല്ലേനും. അതെങ്ങനെയാണ് മനസ്സിലായില്ലല്ലോ? നോക്കൂ, കാനൽ ജലം ഗഗന നീലം അസത്യം അഭ്രസൂനം നിനക്കിൽ ഗഗനം പരമാർത്ഥമാകും. കാനൽ ജലം, മരുഭൂമിയിലുള്ള ജലം. അവിടെ ജലമുണ്ടോ? ജലം ഇല്ല. മരുഭൂമിയിൽ ഇല്ലാത്ത ജലമുണ്ടെന്ന് കാണപ്പെടുന്നു, അതാണ് കാനൽ ജലം. മരുമരീചികാ ജലം. ഗഗനനീലം, ഗഗനനീലം, ആകാശത്തിന് നീലവർണ്ണമുണ്ട്. ഉണ്ടോ ഇല്ലയോ? ഞാൻ കാണുന്നുണ്ടല്ലോ. കാണുന്നത് ശരി, ആകാശത്തിന് നീല ഇല്ല. ആകാശത്തിൽ ഞാൻ നീല അധ്യാരോപിക്കുകയാണ്. അനന്തമായതിൽ നീലവർണ്ണം എനിക്ക് തോന്നുന്നു, അത്രയേ ഉള്ളൂ. കാരണം നീല ഉണ്ട് എന്ന് പറഞ്ഞിടത്തേക്ക് ഞാൻ പോയി കഴിഞ്ഞാൽ അവിടെ നീലയില്ല, പിന്നെ അത്രയും ദൂരം പിന്നെ നീല കാണുന്നു, പിന്നെയും നീല കാണുന്നു. അപ്പോൾ അത് വെറും ഭ്രമമാണ്. ഗഗന നീലം, അസത്യം, ഇതൊക്കെ ഉണ്ടെന്ന് കാണപ്പെടുന്നുണ്ട്, അത് അസത്യമാണ്. അഭ്രസൂനം, അഭ്രസൂനം, അഭ്രം മേഘം, ആകാശ പുഷ്പം. അഭ്രസൂനം മേഘം എന്നുള്ളതിന് നമ്മൾ ആകാശം എന്ന് അർത്ഥം എടുത്താൽ ആകാശകുസുമം. ആകാശകുസുമം എന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ ആകാശകുസുമുണ്ടോ? ഇല്ല. ആകാശപുഷ്പം എന്നൊരു സാധനം ഇല്ല, പക്ഷെ ഉണ്ടെന്ന് കാണുന്നു. വാസ്തവത്തിൽ എന്താ അത്? അത് മേഘപാളികൾ ഇങ്ങനെ കാറ്റത്ത് പറന്ന് പോണത് കാണുമ്പോൾ അത് ആകാശപുഷ്പമാണെന്ന് തോന്നുന്നു. ഇതൊക്കെ വ്യവഹാരത്തിലുണ്ട്, വാക്കുകളുണ്ട്, പക്ഷെ വസ്തു ഉണ്ടോ?
ഇല്ല. ആചാര്യൻ ഒരു രസകരമായൊരു പദപ്രയോഗം ചെയ്തിട്ടുണ്ട് വേദാന്ത വിചാര സന്ദർഭത്തിൽ. മൃഗതൃഷ്ണാംഭസി സ്നാത ഖപുഷ്പകൃതശേഖര ഏഷ വന്ധ്യാസുതോ യാതി ശശശൃംഗധനുർധര. മൃഗതൃഷ്ണാംഭസി സ്നാത, മൃഗതൃഷ്ണാജലത്തിൽ കുളിച്ചിട്ട് ഉണ്ടോ? മരുഭൂമിയിലെ മാനുകൾ ഇല്ലാത്ത വെള്ളം ഉണ്ടെന്ന് അവയ്ക്ക് തോന്നുന്ന ആ ജലമാണ് മൃഗതൃഷ്ണികാ വെള്ളം. മൃഗതൃഷ്ണികാ വെള്ളത്തിൽ കുളിച്ചു ഒരാൾ ഉണ്ടോ? സാധ്യമാണോ? ഇല്ല, സാധ്യമല്ല. സ്നാതഹ, അങ്ങനെ കുളിച്ചു. എവിടെയാണ് കുളിച്ചത്? മരുഭൂമിയിലെ കാനൽ ജലത്തിൽ കുളിച്ചു. ഖപുഷ്പകൃതശേഖര, ആകാശപുഷ്പങ്ങളൊക്കെ ധാരാളം ശേഖരിച്ചിട്ട് ചൂടി. കുളിച്ചു കഴിഞ്ഞാൽ പൂ ചൂടണം, അത് പൂ ചൂടി. ആകാശപുഷ്പങ്ങളൊക്കെ ധാരാളം ചൂടി. ഏഷ വന്ധ്യാസുതോ യാതി, വന്ധ്യയുടെ മകൻ അതാ പോകുന്നു. വന്ധ്യയുടെ മകൻ പോവുകയാണ്. വന്ധ്യയാണ്, അവൾ പ്രസവിച്ചിട്ടില്ല, പ്രസവിക്കാൻ കഴിയുകയില്ല അവൾക്ക്, വന്ധ്യയാണ്. അപ്പോൾ വന്ധ്യയുടെ മകൻ അതാ പോകുന്നു. എങ്ങനെയാ പോണത്? ശശശൃംഗധനുർധര, മുയലിൻ്റെ കൊമ്പ് കൊണ്ടുണ്ടാക്കിയ വില്ലും പിടിച്ചിട്ടാ പോണത്. ശശശൃംഗധനുർധര, മുയലിൻ്റെ കൊമ്പ് കൊണ്ടുണ്ടാക്കിയ വില്ലും പിടിച്ച് പോവുകയാണ്. ഇതൊക്കെ നമുക്ക് പദപ്രയോഗങ്ങൾ ചെയ്യാം. പദം കേൾക്കുമ്പോൾ ഒരു സുഖമുണ്ട് ഇല്ലേ? മൊത്തത്തിലൊരു സുഖമുണ്ട് പദം കേൾക്കുമ്പോഴേ. പക്ഷെ അങ്ങനെ വസ്തു ഉണ്ടോ? ശശശൃംഗം ഉണ്ടോ? ഇല്ല. ഇല്ലാത്ത ശശശൃംഗം കൊണ്ട് എങ്ങനെ ധനു ഉണ്ടാക്കും? ഇല്ല. ആകാശപുഷ്പമുണ്ടോ? ഇല്ല. വന്ധ്യാസുതനുണ്ടോ? ഇല്ല. മൃഗതൃഷ്ണാംബസ് ഉണ്ടോ? ഇല്ല. ഒന്നുമില്ല, ഒക്കെ ഇല്ലാത്തതാ. അപ്പം ഇല്ലാത്തവ ചേർത്തൊരു പദം പ്രയോഗിച്ച് ശ്ലോകം ഉണ്ടാക്കി നമ്മൾ ആനന്ദിക്കും. ഇത്രയേ ഉള്ളൂ. അതിൽ കവിഞ്ഞ് വസ്തുതത്വം ഇല്ല. അതാണ് പറഞ്ഞത്, ഈ അഭ്രസൂനം, ഗഗനനീലം, കാനൽ ജലം ഇതൊക്കെ അസത്യമാണ്. പിന്നെ എന്താ ഉള്ളത്? നിനക്കിൽ വിചാരം ചെയ്താൽ, ചിന്തിച്ചാൽ ഗഗനം പരമാർത്ഥമാകും. ആകാശം മാത്രമാണ് സത്യം. നീല എന്നുള്ളത് സത്യമല്ല, ആകാശപുഷ്പം എന്നുള്ളതും സത്യമല്ല. പിന്നെന്താ സത്യം? ആകാശം മാത്രം സത്യം. അടുത്ത ഘട്ടത്തിൽ നമ്മൾ ചോദിക്കും, ആകാശം സത്യമാണോ? അതവിടെ നിൽക്കട്ടെ. ഇപ്പം പറയും, ഇപ്പം ആകാശം സത്യ, അല്ലാതെ ആകാശപുഷ്പം സത്യമല്ല, ആകാശത്തിലെ നീലിമ സത്യമല്ല. അതൊക്കെ നമ്മൾ അധ്യാരോപിച്ചതാണ്. ഇതുപോലെയാണ് ഈ കാണുന്നതൊക്കെ. എല്ലാ വ്യവഹാരങ്ങളും ഇത്രയേ ഉള്ളൂ. ഇത് പറയുമ്പോൾ പലർക്കും ഇഷ്ടക്കേട് വരും. കാരണം എല്ലാ വ്യവഹാരവും ഇത്രയേ ഉള്ളൂ എന്ന് പറയുമ്പോൾ നമ്മൾ കെട്ടിപ്പൊക്കി വെച്ച പലതും തകർന്ന് വീഴും. പക്ഷെ വിചാരം ചെയ്താൽ ഇത്രയേ ഉള്ളൂ ഈ സംസാരം എന്ന് അറിഞ്ഞ് ജീവിച്ചാൽ സന്തോഷം. ഇത്രയേ ഉള്ളൂ ഈ സംസാരം എന്ന് അറിഞ്ഞ് ജീവിച്ചാൽ സന്തോഷം. അതിൽ കവിഞ്ഞ് ഇതിലൊരു സത്യത്വ ബുദ്ധി വന്നു പോയി കഴിഞ്ഞാൽ എൻ്റെ പദ പൊട്ടിപ്പോയേന്ന് പറഞ്ഞ് കരയേണ്ടി വരും. ഈ പദ നൊര എന്താണ്? ഒരു 1/4 ടീസ്പൂൺ വെള്ളം മാത്രമായിരുന്നു. അന്നേരം അത് തന്നെയാണെന്ന് മനസ്സിലാക്കിയ സമാധാനത്തിനൊരു കുഴപ്പവും ഉണ്ടാവില്ല. അല്ലെങ്കിൽ പ്രശ്നമാണ്. നമ്മൾ ഈ കലഹിക്കുന്നതും ദുഃഖിക്കുന്നതൊക്കെ ഇതിൻ്റെ പേരിലല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കൂ. പലത് ചേർത്ത് വെച്ചൊരവസ്ഥ, സംഘാതസ്ഥിതി. ആ സംഘാതസ്ഥിതിയെ സത്യമെന്ന് കരുതിയിട്ടല്ലേ നമ്മൾ ഈ ദുഃഖിക്കുന്നതും ദ്വേഷിക്കുന്നതും തമ്മിൽ ഒക്കെ ഇല്ല? എന്നാലോചിച്ച് നോക്കൂ. മുഴുവൻ നമ്മൾ ആവർത്തിച്ച് പറയാറുള്ളൊരു ദൃഷ്ടാന്തമുണ്ട്. ആവർത്തിച്ച് നിങ്ങളോടും പറഞ്ഞിട്ടുണ്ടാവും. സത്യമാണിത്, കഥയല്ല. അതായത് ഒരാൾ മരിച്ചു കേട്ടോ. ഒരാൾ മരിച്ചു. അയാളുടെ പത്നി നോക്കിയപ്പോൾ 2 തേങ്ങയാണ് കണ്ടത്, എടുത്താണ്ട് അടിച്ചു. ഇത് കഥയല്ല, ഉണ്ടായ സംഭവമാണ്. എടുത്തങ്ങോട്ട് അടിച്ചു, ബോധം കെട്ട് വീണു. ഉടനെ മക്കൾക്ക് ആശുപത്രിയിൽ കൊണ്ട് നോക്കണേ, അച്ഛൻ മരിച്ചു കിടക്കുക, അമ്മയോ പെടഞ്ഞ് കിടക്കുക. ആരാ നോക്കേണ്ടത്? പ്രശ്നമാണ്. മരിച്ചാൽ എന്തായാലും പോയി, ജീവനുള്ള ആളെയല്ലേ നോക്കേണ്ടത്. വേഗം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കൊണ്ടുവന്നു, അവിടുന്ന് ചികിത്സിച്ചു. അതുകൊണ്ട് ഈ അമ്മയ്ക്ക് ഭർത്താവിൻ്റെ ഈ ചടങ്ങുകളിലൊന്നും പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. ശവം വയ്ക്കാൻ പറ്റില്ലല്ലോ, അത് ദയിപ്പിച്ചൊക്കെ ചെയ്തു. കാലം കഴിഞ്ഞു. ഇപ്പോഴും നെഞ്ചുവേദന ഇടയ്ക്കിടയ്ക്ക് വരും. അപ്പോൾ ഒരിക്കൽ ഞാൻ ഈ അമ്മയോട് ചോദിച്ചു, അല്ല വേണ്ടിയില്ലായിരുന്നു തോന്നിയിട്ടില്ലേ? അത് അപ്പം തന്നെ തോന്നിയിരുന്നു സ്വാമി. ഞാൻ ചോദിച്ചു, വേണ്ടിയില്ലായിരുന്നു തോന്നിയിട്ടില്ലേ? പിന്നെ പിന്നില്ല, അപ്പം തന്നെ ആണ് വേദന ആയപ്പോൾ തന്നെ തോന്നിയിരുന്നു വേണ്ടിയില്ലായിരുന്നു. പക്ഷെ പിന്നെ പറഞ്ഞില്ല എന്നേ ഉള്ളൂ. അതാ സത്യം. ഇങ്ങനെയല്ലേ നമ്മൾ ഓരോരുത്തരും? എന്താ അഭിപ്രായം?
എന്തിനാണ് നെഞ്ചത്ത് അടിച്ചു കരഞ്ഞേ? അതിസംഘാതം ചേർത്ത് വെച്ചതൊന്ന് പിരിഞ്ഞു, അത്രയേ ഉള്ളൂ, വേറൊന്നുമില്ല, ഇത്രയേ ഉള്ളൂ. അല്ലാണ്ട് ഉള്ളത് പോയിട്ടില്ല, ഉള്ളതൊന്നും ഇല്ലാണ്ടാവില്ല. ഈ ചേരുംപൊടി ചേർത്ത് വെച്ചിരിക്കുന്നതൊന്നും നഷ്ടമായി, അത്രയേ ഉള്ളൂ. ഇത് മനസ്സിലാക്കിയാൽ നന്നായി. ശരി. അതുകൊണ്ട് നിനക്കിൽ ഗഗനം പരമാർത്ഥമാകും. ആ ഗഗനത്തിന് അത് പുഷ്പത്തിൻ്റെ ഭാവം ഉണ്ടാവുന്നില്ല, അതിനോട്ട് നീലിമ ഉണ്ടാവുന്നില്ല. നീലിമയാണ് സത്യം എന്ന് വിചാരിച്ചാൽ നീലിമ അല്ലാതായാൽ ദുഃഖമായി. ഇത് പുഷ്പമാണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ പുഷ്പം ഇല്ലാണ്ടായി കഴിഞ്ഞാൽ ദുഃഖമായി. നമ്മളൊക്കെ ചെറിയ കുട്ടികളാവുമ്പോൾ ഈ ആകാശത്തിലേക്ക് നോക്കിയിട്ട് രാജകുമാരി, രാജാവ്, യുദ്ധം, അത് ഇത് ഒക്കെ പറയാറുണ്ടായിരുന്നു. അപ്പോൾ ഒരു സന്തോഷമാണ്. അപ്പോൾ തൻ്റെ രാജാവ് പൊട്ടിപ്പോയാലോ ദുഃഖമായി. ഞാൻ ആരെയാണ് രാജാവായിട്ട് അവിടെ കണ്ടത്, അയാൾ ചിലപ്പോൾ കാറ്റ് വന്നു കഴിഞ്ഞാൽ അയാൾ പോയി, അത് കഷ്ണമായി വേറെയായി. അപ്പോൾ വലിയ ദുഃഖം ഉണ്ടാകും കുട്ടികൾക്ക്. അതൊക്കെ പണ്ട് നമ്മളൊക്കെ കളിച്ച കളികളാണ് ഇതൊക്കെ. എത്ര പേർ ഓർമ്മിക്കുന്നുണ്ടെന്നറിയില്ല. ഇത്രയേ ഉള്ളൂ. മനസ്സിലാക്കി ജീവിച്ചാൽ സന്തോഷം. ശരി. ആനന്ദമസ്തി അതു ഭാതി അതൊന്നു തന്നെ, താനന്യമോർക്കിലതു നാസ്തി ന ഭാതി സർവം. കാനൽ ജലം ഗഗനനീലമസത്യമഭ്രസൂനം, നിനക്കിൽ ഗഗനം പരമാർത്ഥമാകും. ആത്മാവിലില്ലയൊരഹങ്കൃതി യോഗി പോലെ, താൻ മായയാൽ വിവിധമായി വിഹരിച്ചിടുന്നു. യോഗസ്ഥനായി നിലയിൽ നിന്നിളകാതെ കായവ്യൂഹം ധരിച്ചു വിഹരിച്ചിടുമിങ്ങോ യോഗി. ആത്മാവിലില്ലയൊരഹങ്കൃതി യോഗി പോലെ, താൻ മായയാൽ വിവിധമായി വിഹരിച്ചിടുന്നു. യോഗസ്ഥനായി നിലയിൽ നിന്നിളകാതെ കായവ്യൂഹം ധരിച്ചു വിഹരിച്ചിടുമിങ്ങോ യോഗി. ഇവിടെ സാധാരണഗതിയിൽ അപ്രസിദ്ധങ്ങളായ ദാർഷ്ടാന്തികങ്ങളെ പറയാൻ പ്രസിദ്ധമായ ദൃഷ്ടാന്തമാണ് ഉപയോഗിക്കുക. സാധാരണ ലോകത്തിൽ പ്രസിദ്ധമായ ദൃഷ്ടാന്തം വെച്ചിട്ടാണ് അപ്രസിദ്ധമായ ദാർഷ്ടാന്തികത്തെ പറയുക. പ്രസിദ്ധമായ ദൃഷ്ടാന്തം, ഇപ്പോൾ അടുക്കളയിൽ വിറകിൽ കത്തിക്കഴിഞ്ഞാൽ പുക ഉണ്ട്, അപ്പോൾ പുക ഉള്ളിടത്ത് തീ ഉണ്ടാവണം എന്ന് നമ്മൾ അനുമാനിക്കാൻ പ്രസിദ്ധമായൊരു ദൃഷ്ടാന്തം എടുക്കണത്. അപ്പോൾ സാധാരണ ഇതിൽ അങ്ങനെയാണ് പതിവ്. ഇവിടെ ഗുരുദേവൻ പറഞ്ഞ ദൃഷ്ടാന്തം നമുക്ക് സാധാരണ അത്ര പ്രസിദ്ധമല്ല ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ. പക്ഷേ അന്ന് ഗുരുദേവൻ ഇത് എഴുതുന്ന കാലത്ത് ഇത് പ്രസിദ്ധ ദൃഷ്ടാന്തമായിരിക്കും. അതുകൊണ്ടാണ് ദൃഷ്ടാന്തം. അതായത് യോഗി കായവ്യൂഹം ധരിച്ച് പലതായിട്ട് കാണപ്പെടുന്നു. യോഗി സൃഷ്ടി, യോഗി കായവ്യൂഹം ധരിച്ച് പലതായി കാണുന്നു എന്ന് പറഞ്ഞാൽ അർത്ഥം അണിമ, മഹിമ, ലഘിമ, ഗരിമ, പ്രാപ്തി, പ്രാഗാമ്യം, ഈശിത്വം, വശിത്വം, ഇങ്ങനെയുള്ളതായ 8 ഐശ്വര്യസിദ്ധികളുള്ളവർ. ഏതൊക്കെ ഐശ്വര്യസിദ്ധികൾ? 8 ഐശ്വര്യസിദ്ധികളാണ്. അണിമ, മഹിമ, ഗരിമ, ലഘിമ, പ്രാപ്തി, പ്രാഗാമ്യം, ഈശിത്വം, വശിത്വം. ഇതാണ് 8. അപ്പം അതിൽ ഈ പ്രാഗാമ്യം എന്നുള്ള സിദ്ധിയുള്ള ഒരാൾ താൻ എന്താഗ്രഹിക്കുന്നോ ആ രൂപമായി മാറും. പ്രാപ്തി എന്ന സിദ്ധിയുള്ള ആൾ എന്താഗ്രഹിക്കുന്നോ അതിനെ നേടും, എന്ത് സങ്കല്പിക്കുന്നോ അതിൻ്റെ നേടും, അല്ലെങ്കിൽ എവിടെ സങ്കല്പിക്കുന്നോ അവിടെ എത്തിപ്പെടും. ഇതാണ്. ഇതുള്ളതാണോ ഇല്ലാത്തതാണോ എന്ന് ചോദിച്ച് ചർച്ച ചെയ്യേണ്ട. ഇതാണ് സിദ്ധികൾ. അതുപോലെ അണിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അണിമ അതിസൂക്ഷ്മ രൂപത്തെ പ്രാപിക്കാൻ കഴിയുക. അതാണ് അണിമ. മഹിമ എന്ന് പറഞ്ഞാൽ ബൃഹത് ആകാരത്തെ പ്രാപിക്കാൻ കഴിയുക. ഗരിമ എന്ന് പറഞ്ഞാൽ വളരെ തൂക്കം, ഭാരമുള്ള അവസ്ഥ ഉണ്ടാവുക.
ലഘിമ എന്ന് പറഞ്ഞാൽ ഭാരം കുറഞ്ഞ അവസ്ഥയെ പ്രാപിക്കുക. പ്രാപ്തി എവിടെ വേണോ അവിടെ എത്തിപ്പെടുക, എന്ത് വേണോ അത് ഇങ്ങോട്ടും എത്തിപ്പെടുക. പ്രാകാമ്യം ഇച്ഛിക്കുന്നതൊക്കെ നേടുക. ഈശിത്വം എല്ലാവരെയും നിയന്ത്രിച്ച് വയ്ക്കുക. വശിത്വം എല്ലാവരെയും തന്നിലേക്ക് ആകർഷിക്കുക. ഈ 8 സിദ്ധികളുമുള്ള മഹാപുരുഷൻ നമ്മൾ മനസ്സിലാക്കിയത് ഹനുമാൻ മാത്രമേ ഉള്ളൂ. വേറെ ആർക്കെങ്കിലൊക്കെ ഉണ്ടോയെന്ന് അറിയില്ല. 8 സിദ്ധികളും തികഞ്ഞ ആളാണ് ഹനുമാൻ. രാമായണത്തിൽ നമ്മൾ കാണുന്ന ഹനുമാൻ ഈ 8 സിദ്ധികളുണ്ട്. അപ്പം ഇവിടെ ഈ ഐശ്വര്യസിദ്ധികളൊക്കെയുള്ള യോഗി കായവ്യൂഹം ധരിച്ച് പലതാവും. ഇപ്പം ഇവിടെ നിൽക്കും, അതേസമയത്ത് അപ്പുറത്തും ഉണ്ടാവും, എല്ലായിടത്തും ഉണ്ടാവും. ശ്രീകൃഷ്ണൻ ഒരേ സമയത്ത് അനേക സ്ഥലങ്ങളിൽ ഉണ്ടാവുമെന്നാണ് പറയണത്. അപ്പം യോഗി കായവ്യൂഹം ധരിച്ച് പലതായി തൻ്റെ സങ്കല്പാനുസാരം പ്രപഞ്ച സൃഷ്ടി ചെയ്യുന്നു. ഇതാണ് പ്രസിദ്ധ ദൃഷ്ടാന്തം. നമുക്ക് അത്ര പ്രസിദ്ധമല്ല, അതുകൊണ്ടാണ് അത്ര പറയേണ്ടി വന്നേ. ഇത്രയും മനസ്സിലാക്കിയ വിഷയത്തിലേക്ക് വരാം. ആത്മാവിലില്ലയൊരഹങ്കൃതി, ആത്മാവിൽ അഹങ്കാരമില്ല. അഹങ്കാരത്തിൽ നിന്ന് പിന്നെ ബാക്കി സൃഷ്ടികളൊക്കെ വരികയായി. ബുദ്ധി, ചിത്തം, മനസ്സ്, ഇന്ദ്രിയങ്ങൾ, പ്രാണങ്ങൾ, സ്ഥൂല ശരീരം, ഓരോന്നിലുമുള്ള താതാത്മ്യഭാവം വരികയായി. ഇപ്പം പരമാർത്ഥത്തിൽ ആത്മസ്വരൂപത്തിൽ പരിമിതമായ അഹങ്കാരമില്ല. അപ്പം അവിടെ യാതൊരു പരിമിതത്വവും വാസ്തവത്തിൽ ഇല്ല. പിന്നെ എങ്ങനെയാ? യോഗി പോലെ താൻ മായയാൽ വിവിധമായി വിഹരിച്ചിടുന്നു. എങ്ങനെയാണോ നേരത്തെ പറഞ്ഞ യോഗി തൻ്റെ സങ്കല്പശക്തിയാൽ വിവിധ രൂപഭാവങ്ങളിൽ വിഹരിക്കുന്നത്, അതുപോലെ ആത്മാ, ഏകമായ അദ്വയമായ ആത്മാ പലതായി കാണപ്പെടുന്നു. ഏകോഹം ബഹുസ്യാം, ഏകനായ ഞാൻ പലതായി തീരാം എന്ന് സങ്കല്പിച്ച് പല ആകാരത്തെ പ്രാപിച്ച് പല രൂപഭാവങ്ങളിൽ പ്രകടമായി. അപ്പോൾ പലതായി പ്രകടമായപ്പോഴും സത്യം ഒന്ന് തന്നെ. ഒരു യോഗിയാണല്ലോ ഇതെല്ലാമായി തീരുന്നത്. ഇത് ഈ യോഗിയുടെ വിഷയത്തിൽ മാത്രമല്ല, മഹേന്ദ്രജാലത്തിലും പറയാം. മഹേന്ദ്രജാലത്തിലൊക്കെ മഹേന്ദ്രജാലക്കാരൻ എന്തൊക്കെയായി മാറുന്നുണ്ട് നമ്മുടെ മുമ്പിൽ. ഞാനൊരു ഇന്ദ്രജാലം കാണിച്ചു തരാമെന്നുണ്ട്, പെട്ടെന്ന് നമ്മളെ മുമ്പിലേക്ക് ഒരു സിംഹം ചാടി വരുമ്പോൾ ആരായാലും ഒന്നും പേടിക്കില്ലേ? നമുക്കറിയാം അയാൾ തന്നെയുള്ളൂ എന്ന്, പക്ഷെ സിംഹമാണ് ചാടുന്നത്. ഇപ്പോൾ സപ്താഹങ്ങൾക്കൊക്കെ പോയാൽ അങ്ങനെ പേടിയാ കൂട്ടുമോ? സപ്താഹത്തിന് ഏൽപ്പിച്ചപ്പോൾ അയാൾ പറഞ്ഞു 10,000 വാറ്റ്സിൻ്റെ സൗണ്ട് സിസ്റ്റം വേണം എന്ന് നരസിംഹാവതാരമുള്ള സമയത്ത്. എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. അതിനനുസരിച്ച് ലൈറ്റൊക്കെ വേണമെന്നാണ്. പിന്നെയല്ലേ കാണുന്നത് സപ്താഹക്കാരനോ ഒറ്റ ചാട്ടോ ജനങ്ങളുടെ ഉള്ളിലേക്ക്. ഈ അക്കൗസ്റ്റിക് ഇഫക്റ്റ് ഉണ്ടല്ലോ സൗണ്ടിൻ്റെ. 10,000 വാറ്റ്സിൻ്റെ ഒക്കെ സിസ്റ്റം ശബ്ദം ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ ആരാ ഞെട്ടാത്ത? അസലായി സപ്താഹം കേട്ടോ. ഞാനൊരു 100 ഉറുപ്പ്യ ദക്ഷിണ കൊടുക്കണമെന്ന് വിചാരിച്ചാൽ എന്തായാലും 1000 കൊടുക്കാം. എന്തൊക്കെയാണ് നടക്കുന്നത്? തമാശയല്ല പറയണത്. ഇതൊക്കെ വേണമെച്ചാൽ ഞാൻ പറഞ്ഞുതരാം ആളെ. എനിക്ക് ഏജൻസി ഉണ്ടെന്നൊന്നും വിചാരിക്കേണ്ട, പക്ഷെ ആൾക്കാർ പറഞ്ഞുതരാം. നീയൊക്കെ വിളിക്കാം. അവിടെ ക്ഷേത്രത്തിൽ എന്തെങ്കിലും പണി ഒക്കെ പൈസേൻ്റെ ആവശ്യമൊക്കെ ഉണ്ടാകുമ്പോൾ അത് നല്ല കളക്ഷൻ കിട്ടും. അങ്ങനെയുള്ളവരെയൊക്കെ വിളിച്ചാൽ. അല്ലാണ്ട് നമ്മളിവിടെ വേദാന്ത വിചാരമൊക്കെ ചെയ്താൽ എന്താ ഉണ്ടാവുക? ആദ്യത്തെ ദിവസം 10 പേരുണ്ടാവും, പിറ്റത്തെ ദിവസം 9 പേരുണ്ടാവും, 7ാമത്തെ ദിവസം ഇവിടെ എന്താണെന്ന് അറിയില്ല, നിങ്ങൾ കുറേ പേര് ഇരിക്കുന്നുണ്ടാവും. മറ്റത് സൗണ്ട് ഓപ്പറേറ്ററേ ഉണ്ടാവുള്ളൂ. ഞാൻ വിചാരിക്കും അയാൾ പോട്ടെ, അയാളെങ്കിലും കേൾക്കുന്നുണ്ടല്ലോ, അയാൾ വിചാരിക്കും ഇയാളൊന്ന് നിർത്തിയിട്ട് വേണം എനിക്ക് പോവാൻ. അങ്ങനെ ഒരു പരസ്പര ഭാവനയിൽ കഴിഞ്ഞു പോകും. അതാണ് നേരെ മറിച്ച് മറ്റേതാവുമ്പോൾ എന്താ കഥ? നരസിംഹകാണ്ട് ചാടി വരികയല്ലേ തൂണിൻ്റെ മുകളിൽ. കുചേലൻ വരുന്നു, രുക്മിണി. ഞാൻ എന്നാലും എനിക്ക് അത്ഭുതമായി. കൃഷ്ണനെ കല്യാണം കഴിക്കുക എത്ര പെൺകുട്ടികൾ വന്നിട്ട്. എടാ നിന്റെ വിവാഹയോഗം പോയില്ലേ? ആലോചിച്ച് വിവാഹയോഗം പോയില്ലേ? ഇല്ല. ഇതൊക്കെ എന്ന് തുടങ്ങിയതാ? ഇതൊക്കെ ആര് കണ്ടുപിടിക്കണതാ? ഒന്നും മനസ്സിലാവില്ല. കാലത്തിൻ്റെ ഒരു പോക്ക് ഭഗവാനെ.
നല്ലത് തന്നെ. ഭക്തി, ജ്ഞാനം, വൈരാഗ്യം മൂന്നും മാറി, ബാക്കിയൊക്കെ ഉണ്ട്. ഇത് മൂന്നാണ് സപ്താഹം കൊണ്ട് ഉദ്ദേശിച്ചത്. ഭക്തിജ്ഞാന വൈരാഗ്യങ്ങളുടെ സമന്വിതമായ പോഷണത്തിനാണ് ആദ്യമായി സപ്താഹം എന്നൊരു പദ്ധതി ഉണ്ടാക്കിയത്. ബാക്കിയെല്ലാം ഉണ്ട്, ഇത് മാത്രമല്ല. എന്തോ ആട്ടെ, കാലധർമ്മം അത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. മുത്തശ്ശിമാർ പറയാറില്ലേ കലികാലം, അത് തന്നെ, വേറെ ഒന്നുമില്ല. അപ്പം അതുകൊണ്ട് ഈ യോഗി എപ്രകാരമാണോ ഇതെല്ലാമായി സ്വയം വിഹരിക്കുന്നത്, അതുപോലെ അപ്പം എങ്ങനെയാ യോഗി? യോഗസ്ഥനായി നിലയിൽ നിന്നിളകാതെ. അയാൾ അനങ്ങളില്ല, അയാൾ ഒരു സ്ഥലത്ത് ഇരിക്കുകയാണ്. അയാളെ നിലയിൽ നിന്ന് അയാൾ ഇളകുന്നില്ല. പക്ഷേ മറ്റുള്ളവരെ മുമ്പിൽ അയാൾ ഇതെല്ലാമായി തീരുകയാണ്. അങ്ങനെ സൃഷ്ടി വരെ ചെയ്തു. അങ്ങനെ സൃഷ്ടിയാണ്. ത്രിശങ്കു സ്വർഗമൊക്കെ ഉണ്ട്. ത്രിശങ്കുവിൻ്റെ സ്വർഗം ഇല്ലേ? ത്രിശങ്കുവിനെ സ്വർഗത്തിലേക്ക് എത്തിക്കാമെന്ന് വാക്ക് കൊടുത്തു. സ്വർഗത്തിലേക്ക് എത്തിക്കാം. ശരി, സ്വർഗത്തിലേക്ക് ദേവന്മാർ കയറ്റുമോ? അതൊട്ട് ഇല്ലേനും. കാരണം അങ്ങോട്ട് ഓടലോട് കൂടി പോകാൻ പറ്റില്ല. അപ്പോൾ യോഗി എന്ത് ചെയ്തു? ഒരു സ്വർഗം ഉണ്ടാക്കി. സ്വർഗമുണ്ടാക്കി, അവിടെ മറ്റ് ലോകപാലന്മാരെ ഉണ്ടാക്കി. അങ്ങനെ എല്ലാ സെറ്റപ്പും തുടങ്ങുമ്പോൾ ദേവന്മാരെല്ലാം വന്ന് പ്രാർത്ഥിച്ചു, ഈ പ്രപഞ്ച വ്യവസ്ഥ താറുമാറാക്കരുതേ, ദയവ് ഇത് അങ്ങനെ ഇതൊന്ന് നിർത്തണം. എന്നാൽ നിർത്തിക്കളയാം, ശരി. പക്ഷെ പറഞ്ഞ വാക്ക് പിൻവലിക്കാൻ പറ്റില്ല. അതുകൊണ്ട് രണ്ടിനെ നടുക്ക് ത്രിശങ്കുവിനൊരു സ്വർഗം അവിടെ ഇരിക്കട്ടെ, അതവിടെ ഇരുന്നോട്ടെ. അത് ഇന്നും ഉണ്ട്. നക്ഷത്ര നിരീക്ഷകന്മാരിൽ പരിചയമുള്ള ആൾക്കാരോട് ത്രിശങ്കുവിനെ കാണിക്കാൻ പറഞ്ഞാൽ കാണിച്ചു തരും. അത് നടുക്ക്, അപ്പുറത്തും അല്ല ഇപ്പുറത്തും അല്ല എന്ന് പറഞ്ഞിട്ട് അവിടെ ഇരിക്കുകയാണ്. നമുക്കറിയില്ലേ, സ്വാമി എന്ന് കാണിച്ചു തരും. എനിക്കറിയില്ല നക്ഷത്രം നോക്കാനൊന്നും. നക്ഷത്രം ഇടുന്ന ആൾക്കാരോട് ചോദിച്ചു നോക്കുക, അവർ പറഞ്ഞു നമുക്കറിയില്ല. പറഞ്ഞത് ഇയാൾ നിന്ന നിലയെന്ന് ഇളകാതിരിക്കുകയാണ്. പക്ഷെ അയാളുടെ സങ്കല്പം അനുസരിച്ചുള്ള സൃഷ്ടികൾ മറ്റുള്ളവർക്ക് പ്രത്യക്ഷമാവുകയാണ്. അതുപോലെ അതാണ് പറഞ്ഞ യോഗസ്ഥനായി നിലയിൽ നിന്നിളകാതെ കായവ്യൂഹം ധരിച്ചു വിഹരിച്ചിടും ഇങ്ങോ യോഗി. ഈ ലോകത്തിൽ കായവ്യൂഹം ധരിച്ച്, കായവ്യൂഹം പല ശരീരങ്ങളെ ധരിച്ച് നമ്മുടെ മുമ്പിൽ യോഗി പ്രത്യക്ഷമാകും. ഇത് പ്രസിദ്ധമാണ്. അതുപോലെ ആത്മാ യാതൊരു ഭേദവുമില്ലാതെ, സ്വരൂപത്തിൽ മാറ്റമില്ലാതെ ഈ കണ്ട സൃഷ്ടിജാലങ്ങൾ മുഴുവനായി പ്രകടമാകുന്നു. ഇതാണ് ശ്ലോകം. നോക്കൂ, ആത്മാവിലില്ലയൊരഹങ്കൃതി യോഗി പോലെ താൻ മായയാൽ വിവിധമായി വിഹരിച്ചിടുന്നു. യോഗസ്ഥനായി നിലയിൽ നിന്നിളകാതെ കായവ്യൂഹം ധരിച്ചു വിഹരിച്ചിടുമിങ്ങോ യോഗി. തുടർന്ന് നമുക്ക് നാളെ ശ്രദ്ധിക്കാം.